നമ്മൾ കുറച്ച് മുന്നേ നൈസ്വി എന്നുള്ളൊരു സിനിമ ചെയ്തില്ലായിരുന്നു. ആ സിനിമ കണ്ട ആളുകൾ, ആ സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു ഇന്ത്യൻ സിനിമയാണിത്. ചിലപ്പോൾ കുറേ ആളുകൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഈ സമൂഹത്തിലെ കുറേ ആളുകൾ കൂടെ ഈ സിനിമ കാണണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് പേരെ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടില്ലേ? ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സംതൃപ്തി കിട്ടുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിന്റെ വൺ ലൈനിലേക്ക് നമ്മൾ ഒന്നുകൂടെ ആഴ്ന്നിറങ്ങാനായിട്ട് നിന്നാൽ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കൊരു രസം കിട്ടിയെന്ന് വരില്ല. എന്തായാലും അതിന്റെ വൺ ലൈൻ ഞാൻ വളരെ ഷോർട്ടായിട്ട് പ്രതല തലത്തിലൂടെ മാത്രം പറഞ്ഞു തീർത്തരാം. പാകിസ്ഥാനിൽ നിന്നും ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ ഉമ്മയുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവൾ ഇന്ത്യയിൽ മിസ്സാകും. എന്നാൽ ആരുമില്ലാതെ ഇന്ത്യയിൽ ചുറ്റിത്തിരിയുന്ന അവളെ കിട്ടുന്നത് ഒരു ഹനുമാൻ ഭക്തനാണ്. ഈ ഹനുമാൻ ഭക്തന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കള്ളം പറയില്ല, അതൊരു പ്രശ്നമല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വേണ്ടിയില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ കൊച്ചിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല, ചെവി കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവളൊന്നും പറയാത്തോണ്ട് ഹീറോ വിചാരിക്കുക അവളൊരു ഇന്ത്യക്കാരി തന്നെയാണെന്നാണ്. പിന്നെ അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണുന്നത്. ഞാൻ ഇപ്പോഴും ഇതിന്റെ വൺ ലൈൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്താൽ നിങ്ങൾ വലിയൊരു മിസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ ഉറപ്പുതരാം. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത ബജ്രംഗി ബൈജാൻ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാശ്മീർ അതിർത്തിക്ക് തൊട്ടടുത്തായിട്ടുള്ള പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഹിമാലയ പർവ്വതങ്ങൾ അവിടെയുണ്ട്. അതിനിടയിൽ കൂടെ സൂര്യനെ കാണുമ്പോൾ എന്തോ വീട്ടുകാരെ കണ്ട പോലെയുള്ള സന്തോഷം. എന്തായാലും അവിടെ പച്ചപ്പ് വിരിച്ച താഴ്വാരങ്ങൾക്കും കുന്നിൻ്റെയൊക്കെ ഇടയിലായിട്ട് നല്ലൊരു ഗ്രാമം, ഒരു ചെറിയ ഗ്രാമം, കുറച്ച് പേര് അവിടെ താമസിക്കുന്നുള്ളൂ. അവിടെയുള്ള ആളുകളെല്ലാം കൂടി ഒരു വീട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന് ജയിക്കാനായിട്ട് ഇനി കുറച്ച് റൺസ് കൂടെ മതി. അന്നേരമാണ് പാകിസ്ഥാൻ ടീമിന്റെ നെടുന്തൂണായിട്ടുള്ള ഷാഹിദ് അഫ്രീദി ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സമാധാനമാണ്. അവരെല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഷാഹിദ് അഫ്രീദി 2 ബോളിൽ 2 സിക്സ് അടിച്ചുകൊണ്ട് ആ കളി ഒരൊറ്റ അടിക്ക് തീർത്തു. അങ്ങനെ പാകിസ്ഥാൻ ജയിച്ചു. അവരെല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന സമയത്താണ് അവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്ന കൊച്ച് വയറിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നത്. അന്നേരം തൊട്ടടുത്തുണ്ടായിരുന്ന ചേച്ചി ചോദിക്കും, കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഇടാൻ പോകുന്ന പേരെന്താണ്? അന്നേരം പറയും, ഷാഹിദ് എന്നാണ് ഞാൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായ ഷാഹിദ് അഫ്രീദിയുടെ പേര് തന്നെയാണ് മകനിടാൻ വെച്ചിരിക്കുന്ന പേര്. എന്നാൽ അതൊരു മകളാണെങ്കിലോ എന്ന് തൊട്ടടുത്തുള്ള ചേച്ചി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇടാൻ പോകുന്ന പേര് ഷാഹിദ എന്നായിരിക്കും. എന്തായാലും അവിടുന്ന് കട്ട് ചെയ്താൽ ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് കാണിക്കുന്നത്. അതിൽ തണുത്തിരിക്കുന്ന ജനലും തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു കൊച്ചു നോക്കുന്നത് കാണാം, ഒരു സുന്ദരി കൊച്ച്. അവളുടെ പേരാണ് ഷാഹിദ. നമ്മൾ 6 വർഷം മുന്നേ കണ്ടിരുന്ന ആ ഇത്താത്ത പ്രസവിച്ച കൊച്ചാണ് ഷാഹിദ. അന്ന് കൂടെ ഉണ്ടായിരുന്ന ചേച്ചി ചോദിച്ചതുപോലെ തന്നെ പെൺകുട്ടിയാണ് ജന്മം കൊടുത്തിരിക്കുന്നത്. ഷാഹിദ മോളാണെങ്കിൽ ഒരു അക്ഷരവും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന അമ്മച്ചി ചോദിക്കും, നീ എവിടെന്നാ പോയി വരുന്നത്? എന്നാൽ അതിനൊന്നും ഷാഹിദ് ഒന്നും മിണ്ടുന്നില്ല. ശരിക്കും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് കാണുന്ന അമ്മച്ചി ചോദിക്കും, നീ നിന്റെ അമ്മയോട് മാത്രമേ സംസാരിക്കൂ, ഞങ്ങളോടൊന്നും സംസാരിക്കില്ലേ? അന്നേരമാണ് അവളുടെ ഉമ്മ പറയാ, നിങ്ങളോടൊന്നല്ല, അവൾ എന്നോടും സംസാരിക്കില്ല, അവൾ ഊമയാണ്. അത് കേൾക്കുന്ന അമ്മച്ചി, അയ്യോ ഞാൻ ചോദിച്ചു പോയല്ലോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഉമ്മ അവരെങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് ദിവസം മുന്നെയാണ് ഷാഹിദയും അവളുടെ ഉപ്പയും കൂടെ കുറെ ആടുകളെ മേയ്ക്കാനായിട്ട് പച്ചപ്പുൽപ്പാടത്തേക്ക് പോകുന്നത്. വെയിൽ മൂത്ത് വരുമ്പോൾ ഉപ്പ പറയും, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാന്ന്. അതും കേട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഷാഹിദയുടെ കളിപ്പാട്ടത്തിന്റെ ടയർ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞിട്ട് അത് താഴേക്ക് ഉരുണ്ടുപോകും. അവളാണെങ്കിൽ ചെറിയ കൊച്ചല്ലേ, അതെങ്ങനെയും തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിയിൽ അവൾ അതിന്റെ പിന്നാലെ തന്നെ താഴേക്ക് ഓടും. പെട്ടെന്നാണ് അവൾ തിരിഞ്ഞ് താഴെ വീഴുക. ഉരുണ്ട് തിരിഞ്ഞ് അവസാനം അവൾ ആ കൊക്കയിലേക്ക് താഴേക്ക് വീഴും. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ജോലി കഴിഞ്ഞ് അവളുടെ ഉപ്പ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് അവൾ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുക. അവര് പേടിച്ച് പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാവരെയും കൂട്ടിയിട്ട് അവളെയും തെരഞ്ഞ് കാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ അവസാനം അവളൊരാൾ കണ്ടുപിടിക്കും. ആ കൊക്കയിലേക്ക് ചാഴ്ന്ന് നിൽക്കുന്ന ഒരു മരത്തിൽ അവൾ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അവക്കാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാനും പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം അവളെ കാണാൻ വരുന്ന നാട്ടിലെ മൂപ്പൻ പറയും, ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയുന്നു അവളെ ഇന്ത്യയിലെ ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിൽ കൊണ്ടുപോകാൻ. സംസാരിക്കാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആളുകൾ അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തിന്? എൻ്റെ 5ാം വയസ്സ് വരെ ഞാൻ ഒന്നും സംസാരിച്ചില്ലായിരുന്നു. എൻ്റെ ഉപ്പയും ഉമ്മയാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാഹിദയുടെ ഉപ്പക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങേര് പാകിസ്ഥാൻ പട്ടാളത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ അങ്ങേർക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള വിസ കൊടുക്കില്ല. അത് കേൾക്കുന്ന ഉമ്മ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെയായിട്ട് പോയിക്കോളാം, എനിക്ക് എങ്ങനെയാലും അവളൊന്ന് സംസാരിക്കുന്നത് കണ്ടാൽ മതി, ഇനിയും എനിക്ക് ഇതുപോലെ തീ തിന്നാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം, കുറച്ച് ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷാഹിദയുടെ ഉപ്പക്ക് അങ്ങേരുടെ ആടുകളെല്ലാം വിൽക്കേണ്ടി വരും. അങ്ങനെ കൂട്ടിവെച്ച് കിട്ടിയ കാശുമായിട്ടാണ് ഷാഹിദയുടെ ഉമ്മ അവളെയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നിസാമുദ്ദീൻ ഔലിയെ കുറിച്ച്
കുൻ ഫയക്കുൻ എന്നുള്ള പാട്ട് കേട്ടവർക്ക് മനസ്സിലാകും അങ്ങേര് ആരാണ് എന്താണെന്നുള്ള കാര്യമല്ല. എന്തായാലും നമ്മുടെ ഉമ്മയും മോളും കൂടെ ഇന്ത്യയിൽ നിന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിക്കാണ് ഈ അമ്മച്ചിയെ കാണുന്നത്. അമ്മച്ചി പറയും, നിങ്ങൾ നിസാമുദ്ദീൻ ഔലിയുടെ ദർഗയിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് പാകിസ്ഥാനിൽ എത്തുമ്പോഴേക്ക് അവൾ ഒരു കിളിയെ പോലെ കലവിലാന്ന് സംസാരിക്കാൻ തുടങ്ങും. അവരിതെല്ലാം സംസാരിക്കുന്ന സമയത്തും ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തോ ഒരു മെയിൻ്റെനൻസ് പണി കഴിയാനുണ്ട്. അങ്ങനെ ട്രെയിനിൽ കിടന്ന് അവരെല്ലാവരും ഉറങ്ങും. ആ സമയത്താണ് നമ്മുടെ ഷാഹിദ മോള് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞാട് ഒരു കുഴിയിൽ പെട്ടുകിടക്കുന്നത് കാണുക. അവൾക്കാണ് ആടുകളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ അതിനെ രക്ഷിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇരുട്ടത്ത് അവൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയും കണ്ടുപിടിച്ച് ആ ആടിനെ വന്ന് അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ അതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ട്രെയിൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കുക. അവൾക്കാണ് സംസാരിക്കാൻ പറ്റില്ല. അവൾ ഉമ്മയോട് കൈ വീശി കാണിക്കുന്നുണ്ട്. ട്രെയിനിന്റെ പിന്നാലെ തന്നെ ഓടെങ്കിലും അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ട്രെയിൻ അവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് യാത്രയായി. എന്നാൽ ആ പോയ ട്രെയിനിന്റെ തൊട്ടു പിന്നിലായി തന്നെ ഒരു ചരക്ക് ട്രെയിൻ വരുന്നുണ്ട്, ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. അതും എന്തായാലും പാകിസ്ഥാനിലേക്ക് തന്നെയല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് അവൾ അതിൽ വലിഞ്ഞു കയറും. അതേ സമയത്താണ് ട്രെയിനിൽ നിന്ന് കണ്ണ് തുറക്കുന്ന ഉമ്മ അവളെ കാണാഞ്ഞിട്ട് പേടിച്ച് അവിടെയെല്ലാം തിരയുന്നത്. എന്റെ മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയായിട്ട് ഓടി നടക്കും. അതേ സമയത്ത് നമ്മുടെ കൊച്ചിരിക്കുന്ന ട്രെയിന് പാകിസ്ഥാനിലേക്കാണ് പോകാന്ന് വിചാരിച്ചാൽ അതിന്റെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് അത് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചാണ് പോകുന്നത്. തിരിച്ച് ട്രെയിൻ ഇന്ത്യയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിൽ നിന്ന് ചാടി ഇറങ്ങാൻ പറ്റില്ല. അവൾ ആ ബോഗിക്കിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ട്രെയിൻ ഇന്ത്യൻ ബോർഡും കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് കയറി കഴിഞ്ഞു. അത് മനസ്സിലാവുന്ന അവളുടെ ഉമ്മ പെട്ടെന്ന് തന്നെ ചെയിന് വലിച്ചു കളയും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ മേധാവിയുടെ അടുത്ത് വന്ന് കാര്യം പറയും. എന്റെ മകൾ അവിടെ കുടുങ്ങിപ്പോയി, ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ, എന്നെ ഒന്ന് പറഞ്ഞയച്ചാൽ ഞാൻ പോയിട്ട് അവളെയും കൂട്ടി വരാം. പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്നും ട്രെയിൻ പാകിസ്ഥാനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകളെ അവളെ തെരഞ്ഞു നോക്കാനായിട്ട് അങ്ങോട്ട് അയക്കും. അവളെ മിസ്സായ ഭാഗത്തേക്ക് അയക്കും. എന്നാൽ അവൾ അവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ പട്ടാളക്കാർക്കും മനസ്സിലായി. അവർ തിരിച്ചു വന്ന കാര്യം പറയും. ഇനി പാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ത്യയിൽ നിന്നും അവൾ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർ വന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അവളെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കാം. പക്ഷെ ആർക്കെങ്കിലും കിട്ടണം. പക്ഷെ അവളുടെ ഉമ്മക്ക് അതിലൊന്നും കാത്തു നിൽക്കാൻ പറ്റില്ല. ആർക്കാ ഇപ്പോൾ കാത്തു നിൽക്കാൻ പറ്റുക? അവർ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിൽ ചെന്ന് അവിടെയുള്ള എംബസിയിൽ കാര്യം ചെന്ന് പറയും. പക്ഷെ അവർക്കും പറയാനുള്ളത് ആദ്യം കണ്ട പോലീസുകാർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനി എന്തായാലും അവൾ തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കുക, അതിന് മാത്രമേ പറ്റൂ. അന്നേരം നാട്ടിലെ മൂപ്പം കരഞ്ഞോട് പറയും, ഇന്ത്യയിൽ ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട്, അവരിൽ ആരെങ്കിലും ഒരാൾ അവളെ നോക്കിക്കോളും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ചരക്ക് ട്രെയിനിൽ നിന്ന് നമ്മുടെ ഷാഹിദ കണ്ണ് തുറക്കാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പുറത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ബജ്രംഗ് ബലി, ഹനുമാന്റെ എന്തോ ഒരു വലിയ ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ബജ്രംഗ് ബലിയുടെ അതേ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ കൊടിയായിട്ട് നടക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാൻ അവളും അവരുടെ കൂടെ തന്നെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ദൂരെയായിട്ട് ഉത്സവത്തിൽ ഒരു ചേട്ടൻ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന കാണുക. ഇന്ത്യയിൽ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ്. അതിലൊരാൾ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കൂടി കാണുമ്പോൾ അവളത് നോക്കി നിൽക്കും. അവൾക്ക് കണ്ണെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ എന്നും കഴിക്കുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കും. അപ്പോഴാണ് ചേട്ടന്റെ പേര് നമുക്ക് മനസ്സിലാവുന്നത്, പവൻ. പവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ദൂരെ നിന്ന് ഷാഹിദ നോക്കി നിൽക്കുന്നത് കാണുക. അവൾക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കുടിക്കാനായിട്ട് എന്തോ ഒരു വെള്ളം കൊടുക്കും. അവളാണെങ്കിൽ അതെല്ലാം വലിച്ചു കുടിക്കുകയും ചെയ്യും. അത് കാണുന്ന നേരത്ത് പവൻ അവൾക്കായിട്ട് ഒരു പൊറാട്ട ഓർഡർ ചെയ്യും. പക്ഷെ അവള് 2 പൊറാട്ട എന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ പൊറാട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പേര് അവർ ചോദിക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അവൾ ഊമയാണെന്നുള്ള കാര്യം. അന്നേരം പവൻ പറയും, മോൾ പേടിക്കണ്ട, എത്ര വേണേലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോ, ചേട്ടൻ കാശ് കൊടുത്തോളാന്ന്. എന്നാൽ പിന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ആൾ തിരിച്ചു വരാൻ നേരത്തുണ്ട് അവൾ പിന്നാലെ വീണ്ടും വരുന്നത്. ഇനിയിപ്പോൾ കാശിനെങ്ങാനും ആണോ വരുന്നതെന്ന് വിചാരിച്ച് നമ്മുടെ ഗാന്ധിജിയുടെ പടമുള്ള കാശ് എടുത്തു കൊടുക്കും. എന്നാൽ അവൾക്ക് ആ കാശ് കണ്ട് പരിചയം പോലും ഇല്ല. ഇവൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പവനാണെങ്കിൽ മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ എവിടെയെങ്കിലും കൊണ്ടു ചെന്നിരുത്താന്ന് വിചാരിച്ച് അവളുടെ കഴുത്തിൽ ബജ്രംഗ് ബലിയുടെ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് പ്രതിമയുടെ മുന്നിൽ ചെന്നിരുത്തും. കയ്യിലൊരു ആപ്പിളും വെച്ച് കൊടുക്കുന്നുണ്ട്. വിശന്നാ നീ മറക്കരുത്, ഇത് കഴിക്കണം, നിന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരൂട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ആൾ തിരിച്ചു വന്ന് ബസ്സിൽ കയറി പോകും. അന്നേരം അവൾ വീണ്ടും പവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അത് കാണുമ്പോൾ അവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലും. ഇനി ആകെയുള്ള കാര്യം അവളെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാക്കാന്നുള്ളതാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവളുടെ അമ്മക്കും അച്ഛനും ഇവളെ മിസ്സായി പോയതാണ്, അവർ വരുന്നവരെ ഇവളെ ഇവിടെ നോക്കണം എന്ന് പറയും. പക്ഷേ പോലീസുകാരൻ പറയാ അവളുടെ അച്ഛനും അമ്മയും വരുന്നവരെ അവളെ ഞങ്ങളല്ല നോക്കേണ്ടത്, അതുവരെ നീയാണ് നോക്കേണ്ടതെന്ന് പറയും. പവൻ പോലീസുകാരുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കാനായിട്ട് പല പരിപാടിയും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും പോലീസുകാരൻ സമ്മതിക്കില്ല. നിന്റെ പേരും അഡ്രസ്സും ഇവിടെ എഴുതി വെച്ച് പോയിക്കോ, ആരെങ്കിലും ഇവളെയും ചോദിച്ച് വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാന്ന് പറയും. അങ്ങനെ വേറൊരു വഴിയില്ലാതെ അവളായിട്ട് തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോൾ അവളോട് പറയും, ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയാം, അതിൽ നിന്റെ നാടുണ്ടെങ്കിൽ നീ കൈ കൊണ്ട് അതേന്ന് കാണിക്കണം. പാവം കൊച്ച് അവൾ പറയാന്ന് കാണിക്കാം കൈ കൊണ്ട്. അങ്ങനെ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കും. ദില്ലി, മീററ്റ്, ഫരീദാബാദ്, ഗ്വാളിയാർ, പാറ്റിയാല. അന്നേരം ബസ്സിലുള്ള ബാക്കിയുള്ള ആളുകളും അവൾക്കായിട്ട് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊരാൾ പ്രതാപ്ഗർ എന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ പവൻ ചോദിക്കും, നിങ്ങൾ അവിടെയുള്ള ആളാണോ? ഞാനും അവിടെ തന്നെയാന്ന് പറഞ്ഞ് വരുന്നിടത്ത് അവർ വീടിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ആളുകളാണ്. പ്രതാപ്ഗർ എന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും പവൻ പ്രതാപ്ഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളല്ല. അതുകൊണ്ട് അയാൾ ചോദിക്കും, നിങ്ങളെങ്ങനെ പ്രതാപ്ഗറിൽ എത്തിപ്പെട്ട് നിങ്ങൾക്ക് വല്ല ലൈനും ഉണ്ടായിരുന്നോ? അത് കേൾക്കുന്ന പവൻ പറയും, എന്നാ പിന്നെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട്
ഷാഹിദയോട് നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ 6 പറയും. എന്നാൽ പിന്നെ നീ എന്നെ വിളിക്കുകയാണെങ്കിൽ മാമാന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയും. അങ്ങനെ പവന്റെ കഥ പറയാൻ തുടങ്ങും. പവന്റെ ചെറുപ്പത്തിൽ പവന്റെ അച്ഛൻ നാട്ടിലെ ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു. രാഷ്ട്രീയം, പഠനം, ഗുസ്തി ഇതിൽ 3-ലായിരുന്നു അങ്ങേരുടെ കമ്പം. എന്നാൽ നമ്മുടെ ആക്കി ഇതിലൊന്നും ഒരു കമ്പവും ഇല്ല. 4x8 എത്രാന്ന് ചോദിച്ചാൽ 20 മുതൽ 32 വരെ അങ്ങ് ചൊല്ലി കൊടുക്കും. അതിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ 4x8. ഗുസ്തി പഠിപ്പിക്കാൻ നോക്കിയാൽ ഹിക്കിളി ആവുന്നതുകൊണ്ട് തന്നെ അവൻ അതും പഠിക്കാൻ പറ്റില്ല. എന്നെ പോലെ തന്നെ ഹിക്കിളിയാവും, അല്ലാതെ പേടിച്ചിട്ടല്ല. പരീക്ഷയ്ക്കാണെങ്കിലും പവന്റെ അവസ്ഥ അത് തന്നെ. എല്ലാവരും 1 മുതൽ 10 വരെ 10 വർഷം കൊണ്ട് എത്തിയെങ്കിൽ പവൻ 20 വർഷം കൊണ്ടാണ് 10ാം ക്ലാസ്സിൽ എത്തിയത്. അതുപോരാഞ്ഞിട്ട് 10ാം ക്ലാസ് പാസ്സാവാനായിട്ട് വേറെയും 10 കൊല്ലെടുത്തു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് പൊട്ടുന്ന സമയത്തെല്ലാം അച്ഛൻ്റെ വക മുഖത്തേക്ക് നല്ല പെട കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടിയുണ്ടായിരുന്നവരെല്ലാവരും പറഞ്ഞാണ് നിനക്ക് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചെങ്കിലും പാസ്സായിക്കൂടെന്ന്. പക്ഷെ അവനത് പറ്റില്ല. കാരണം പവനൊരു ഹനുമാൻ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, കള്ളം പറയാനും പറ്റില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാവരും അവനെ ബജ്രംഗി ബൈജാൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് തന്നെ. എന്തായാലും അവസാനം നമ്മുടെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി. ആ ഒരു സന്തോഷത്തിൽ അച്ഛനോട് പറയാൻ വരുന്ന നേരത്താണ് അച്ഛൻ പറയാ, മോനെ നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല, നീ ഒരു മന്ദബുദ്ധിയാണ്. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം നീ കേട്ടാൽ മതി. നീ ഡൽഹിയിലേക്ക് പോവുക. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ദയാനന്ദയുണ്ട്. അവൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരും. ആ ജോലി എടുത്ത് ബാക്കിയുള്ള കാലം സമാധാനമായിട്ട് ജീവിക്കുക, അല്ലാതെ നിനക്ക് വേറെ ഒന്നും പറ്റില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായെന്നവൻ പറയും. അത് കേൾക്കുന്ന അച്ഛൻ സന്തോഷം കൊണ്ടാണോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ആ ഷോക്കിൽ മരിക്കും. എന്തായാലും അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലേ, അച്ഛൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് ഡൽഹിയിലേക്ക് വരാൻ തീരുമാനിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിലെ കണ്ടക്ടർ 5 രൂപ ബാക്കി കൊടുക്കാനുള്ള സ്ഥാനത്ത് 10 രൂപ കൊടുത്തിട്ട് ഇതിൽ 5 രൂപ മുന്നിൽ കാണുന്ന ആ പെൺകുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ അവൾ പവനോട് പറയും എനിക്ക് ആ കാശിൻ്റെ ആവശ്യമല്ല, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്നെ വെച്ചോന്ന് പറയും. പക്ഷെ പവനത്ത് പറ്റില്ല, അവനൊരു ബജ്രംഗി ബൈജാനാണ്. അതുകൊണ്ട് തന്നെ 5 രൂപ തിരിച്ചു കൊടുത്തേ പറ്റൂ. അവളാണെങ്കിൽ 5 രൂപ വേണ്ടാന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്ത് അവൻ പിന്നാലെ ചെന്ന് ഇതെനിക്ക് എങ്ങനെയും നിങ്ങൾക്ക് തന്നേ പറ്റുമെന്ന് പറയും. ഇത് പൊല്ലാപ്പാവെന്ന് തോന്നുമ്പോൾ അവൾ പറയും നിങ്ങൾ പിന്നെ കാണുന്ന കടയിൽ നിന്നും ഇത് ചില്ലറാക്കിയിട്ട് അതെനിക്ക് തന്നാൽ മതിയെന്ന്. അങ്ങനെ ചില്ലറാക്കി 5 രൂപ കൊടുക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. എന്തായാലും പോട്ടെ, അവള് വേണ്ട, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട് കണ്ടുപിടിക്കും. അങ്ങനെ അവിടെ ശിഷ്യൻ്റെ കൂടെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോൽക്കുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആൾ കീറി വന്ന് അതിലെങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അവൻ പറയുന്ന പോലെ തന്നെ ചെയ്യുന്ന നേരത്ത് അങ്ങനെ ഗുസ്തിയിൽ ജയിക്കും. പെട്ടെന്നാണ് ദൂരെ നിന്ന് നീ പിന്നെ ഇവിടെ വന്നോ എന്നൊരു ചോദ്യം. നോക്കുന്ന നേരത്ത് നമ്മൾ ബസ്സിൽ നിന്ന് കണ്ട് ചേച്ചിയാണത്. ചേച്ചി പറയും ഒരു 5 രൂപയുടെ പേരിൽ ഇവൻ കുറേ നേരം എൻ്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം അവനെ എടുത്ത് പുറത്തെറിയാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മകനാണ്, ചതുർവേദിയുടെ മകനാണെന്ന് പറയുമ്പോൾ താഴെ ഇറക്കാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് താഴെ എവിടെ നിന്നോ പൊരിച്ച കോഴിയുടെ സ്മെല്ല് വരുന്നത്. അന്നേരം അച്ഛൻ്റെ കൂട്ടുകാരൻ പറയും അച്ഛൻ്റെ കൂട്ടുകാരനെ നമുക്ക് അച്ഛൻ തന്നെ പറയാം. അച്ഛൻ പറയും അത് താഴെയുള്ള മുസ്ലിങ്ങളാണ്, ഏത് നേരത്ത് ഇതുപോലുള്ള ഓരോന്നാണ് അവരുണ്ടാക്കുക. ഞാൻ പറഞ്ഞായിരുന്നു അതുങ്ങളെ പോലെയുള്ളവന്മാർക്കൊന്നും ഇവിടെ വീട് കൊടുക്കരുതെന്ന്. എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. അങ്ങേര് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അങ്ങേര് ഒരു ബ്രാഹ്മണനാണ്, ഇറച്ചിയൊന്നും പറ്റില്ല. നമ്മുടെ ബജ്രംഗി ബൈജാനാണെങ്കിലും സെയിം കാര്യം തന്നെയാണ്, ഇറച്ചിയൊന്നും പറ്റില്ല. പക്ഷെ അങ്ങേരുടെ ഭാര്യക്കും മോക്കും അങ്ങേര് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. അവർ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റും. അച്ഛൻ പറയും എന്തായാലും നാളെ ഇവളുടെ കൂടെ നീ ചെല്ല്, ഇവളൊരു ടീച്ചറാണ്, അവൾ അവിടെ എന്തേലും ഒരു ജോലി നിനക്ക് താൽക്കാലികമായിട്ട് ഒപ്പിച്ചു തരും. അന്ന് മുതൽ പവന് അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അവനായിട്ട് ഒരു മുറി അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പവനാണെങ്കിൽ അന്ന് കൊടുക്കാനുള്ള 5 രൂപ മറക്കാതെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ സ്കൂളിലെത്തി. പവനാണെങ്കിൽ അവിടെ താൽക്കാലികമായിട്ട് ഒരു ജോലിയും കിട്ടുന്നുണ്ട്. അങ്ങനെ കുട്ടികളുമായിട്ട് കളിച്ച് നടന്ന് പഠിപ്പിച്ച് നടക്കുന്ന നേരത്തെല്ലാം പവന്റെ സ്വഭാവം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കള്ളൊന്നും പറയുന്നില്ല, സത്യം മാത്രമേ ചെയ്യുള്ളൂ, ദയാലുവാണ്. ഇതെല്ലാം അവൾക്ക് അവനിലേക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ പെണ്ണ് കാണാനായിട്ട് കുറച്ച് ആളുകൾ വരുന്നത്. അവളുടെ പേര് രസിക എന്നാണ്. അതുകൊണ്ട് തന്നെ രസികയെ പെണ്ണ് കാണാനായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷേ രസിക ആളുകളുടെ മുന്നിൽ നിന്ന് പവന്റെ കൈ പിടിച്ചോണ്ട് പറയും എനിക്ക് ഇവനെയാണ് ഇഷ്ടം. അച്ഛനല്ല പറഞ്ഞത് ഒരു അച്ഛന്റെ സംരക്ഷണം ആരാണോ തരുന്നത് അവരെ പോലെയുള്ള ഒരാളായിരിക്കണം ഒരു ഭർത്താവെന്ന്. എനിക്ക് ഇവന്റെ അടുത്ത് നിന്നും ഒരു അച്ഛനെ പോലെയുള്ള സംരക്ഷണമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവനെ മതി എന്ന് പറയും. അച്ഛനാണെങ്കിൽ അടിയൊന്നും ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നില്ല. വന്നവരോട് സോറി ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. എന്നിട്ട് നമ്മുടെ പവനോട് പറയും നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം അതിനുള്ളിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു വീടുണ്ടാക്കണം. നമ്മുടെ പവനാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ പവനെയാണ് അവൾക്ക് ഇഷ്ടമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അമ്മക്കൊക്കെ വലിയ ഇഷ്ടമായി. കാരണം എല്ലാവർക്കും അവനെ നല്ലപോലെ അറിയുന്നതാണ്. എന്തായാലും അന്നു മുതൽ പവൻ വീടുണ്ടാക്കാനായിട്ടുള്ള കാശുണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ബസ്സിലുള്ളവരെല്ലാവരും പറയും നിന്നെക്കൊണ്ടത് പറ്റും, നിന്നെക്കൊണ്ട് പറ്റില്ല, പിന്നെ ആർക്കാ പറ്റുക. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലെത്തി. അങ്ങനെ പവൻ അവളെയായിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കയറുമ്പോൾ തന്നെ രസികയാണ് ആദ്യം കാണുന്നത്. അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട്. അങ്ങനെ അന്ന് രാത്രി ഷാഹിദക്ക് അവർ മാറാനുള്ള ഡ്രസ്സെല്ലാം കൊടുക്കും. അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പയ്യനില്ലായിരുന്നു, അവന്റെ പേരാണ് സച്ചിൻ. അവന്റെ കൂടെ ഒരുമിച്ചിരുന്ന് TV കണ്ടോണ്ടിരിക്കുകയാണ്. അന്നേരം അച്ഛൻ ചോദിക്കും അവളെ കണ്ടിട്ട് ഒരു ബ്രാഹ്മണയാണെന്ന് തോന്നുന്നുണ്ടോ? പവൻ പറയും അവള് ബ്രാഹ്മണ തന്നെ ആയിരിക്കും, കണ്ടിട്ട് വെളുത്താണല്ലോ ഇരിക്കുന്നത്. എന്നിരുന്നാലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ കാര്യമെല്ലാം നോക്കി നടക്കുന്നത്? നീ നിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് പറ്റില്ലെങ്കിൽ പറ, എന്റെ മകളെ ഞാൻ വെറുതെ എന്തിനാ 6 മാസം കാത്തിരുത്തുന്നത്?
നിൽക്കുന്നത്. പവൻ പറയും അവളുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കുന്നവരെ മാത്രം അവൾ ഇവിടെ നിൽക്കും. എന്തായാലും ബജ്രംഗ് ബലി അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി നമുക്ക് കാട്ടി തരാതിരിക്കില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഷാഹിദ് അവിടെ കിടന്ന് കരയാണ്. അവളെ ഇപ്പോൾ അവിടെയുള്ളവർ വിളിക്കുന്നത് മുന്നി എന്നാണ്. അവളുടെ പേര് അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവൾക്കൊരു പേരിട്ടു, മുന്നി. എന്തായാലും അന്ന് രാവിലെ മുന്നി സച്ചിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് രസികയും പവനും അവൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് പോകുന്ന മുന്നിക്ക് എന്തോ ഒരു മണം കിട്ടുന്നുണ്ട്. അവൾ ആ സ്മെല്ലും പിടിച്ചുകൊണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതേ സമയത്ത് വസ്ത്രങ്ങളെല്ലാം വാങ്ങി വരുന്ന പവനും രസികയും കാണുന്നത് എല്ലാവരും മുന്നിയെ തിരയുന്നതാണ്. സച്ചിനടക്കം എല്ലാവരും വീട്ടിൽ മുന്നേ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എവിടെയും കാണുന്നില്ല. പവൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് ചുറ്റുമുള്ള ഓരോ വീടുകളിലായിട്ട് പോയി നോക്കുമ്പോഴാണ് താഴെ ഉണ്ടായിരുന്ന മുസ്ലിം കുടുംബം ഇല്ലായിരുന്നോ, അവരുടെ കൂടെ അവൾ ഇരുന്ന് കോഴിക്കാല് കഴിയുന്നു. പവനാണെങ്കിൽ ഒരു ബജ്രംഗി ബൈജാൻ ആയതുകൊണ്ട് ഇതുപോലെ ചിക്കനൊന്നും കഴിക്കുകയല്ല, ഇറച്ചി ഭക്ഷണങ്ങളൊന്നും കഴിക്കുകയല്ല. അവൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറിയിട്ട് അവളായിട്ട് പുറത്തേക്ക് വരുമെങ്കിലും അവൾ അതുപോലെ തന്നെ തിരിച്ചകത്തേക്ക് കയറി ചെല്ലും. അവസാനം ഒരു വഴിയില്ലാതെ ആ വീടിന്റെ വാതിലും അടച്ചാണ് അവൾ അവനെ കൊണ്ടുവരിക. എന്തൊക്കെയാണെങ്കിലും അവൾ വിചാരിച്ച കോഴി അവൾക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിഷമം അവക്കുണ്ട്. അത് മാറാനായിട്ട് അവളെയായിട്ട് ഒരു കോഴിക്കടയിലേക്ക് വരും. കോഴിക്കട എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അവിടെ നിന്ന് കോഴിയുടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ടാണെങ്കിൽ അവർ ഞെട്ടിത്തരിച്ചാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ മുന്നിൽ കുറച്ച് അകലെയായിട്ട് മാറിയിരിക്കുകയാണ്. അവളാണെങ്കിൽ എന്തോ നോക്കി കരയുന്നുണ്ട്. അവർ നോക്കുന്ന നേരത്ത് കാണുന്നത് ഒരമ്മ മകൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടാണ് അവൾ കരയുന്നത്. നമ്മുടെ ആളുകൾ പെട്ടെന്ന് തന്നെ കോഴിയുടെ പല ഭക്ഷണങ്ങളും അവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കും. കൂടെ തന്നെ ഒരു പാട്ടും പാടി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് അവൾക്ക് കോഴി ഭക്ഷണങ്ങളെല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അന്ന് ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ബജ്രംഗി ബൈജാനെ കണ്ട് ഇതിന്റെ എല്ലാം കുറ്റസമ്മതം നടത്താൻ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഇത് മുന്നിൽ മാത്രമാണ് കഴിച്ചതെന്ന് പറയാനായിട്ട് പവൻ അവളെയായിട്ട് ചെറിയൊരു അമ്പലത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്നൊരു വള എടുക്കും. കടക്കാരൻ പറയുമ്പോൾ പവൻ അവളോട് പറയും ഇതുപോലെ മോഷ്ടിക്കാനൊന്നും പാടില്ല, ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് അവിടെ തന്നെ തിരിച്ചു വെക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ഹനുമാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും കഴിച്ചില്ല, മുന്നി മാത്രമാണ് കഴിച്ചത്, അല്ല മുന്നി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നേരം മുന്നിയെ കാണുന്നില്ല. അവൾ എവിടെയെന്ന് അവിടെ ഇവിടെ നോക്കുന്ന നേരത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പള്ളിയിലേക്ക് അവൾ കയറി പോകുന്ന കാണുക. അവനാണെങ്കിൽ വേറൊരു വഴിയുമില്ല. അവനും അവളുടെ പിന്നാലെ തന്നെ ആ പള്ളിയുടെ അടുത്തേക്ക് ചെല്ലും. അവൻ ആ പള്ളിയിലേക്ക് എന്തോ മനസ്സില്ലാ മനസ്സോടെയാണ് കയറുക. എന്നാൽ അകത്ത് ചെന്ന് നോക്കുന്ന അവൻ കാണുന്നത് മുന്നേ തലയിൽ ഷാളെല്ലാം ഇട്ട് അള്ളാഹുവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത് കണ്ട് പേടിക്കുന്ന പവൻ ഓടി തിരിച്ചു വരുമ്പോൾ രസികയുണ്ട് പുറത്ത്. അവളോട് പറയും മുന്നി നമ്മളെ ചതിച്ചു, അവളൊരു മുസ്ലിമാണ്, ഇനി നിന്റെ അച്ഛനോട് നമ്മൾ എന്താ പറയാൻ പോവുക. ഇത് കേൾക്കുന്ന രസിക പറയും ഞാൻ എന്തിനാ നിന്നെ പ്രേമിച്ചാന്നറിയോ, നിന്റെ ഉള്ളിൽ ഒരു ദയാലു ഉണ്ട്, അത് കണ്ടിട്ടാണ്. പിന്നെ അച്ഛൻ പറയുന്ന ജാതി മതം അതെല്ലാം അസംബന്ധമാണ്, അങ്ങനത്തെ ഒരു കാര്യം പോലും ഇല്ലാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവളെ അന്വേഷിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അകത്ത് കാണുന്നില്ല. തെരഞ്ഞ് പള്ളിയുടെ അങ്കണത്തിലെത്തുമ്പോഴാണ് അവൾ ഓടി വന്ന് നമ്മുടെ പവനെ കെട്ടിപ്പിടിക്കുന്നത്. അത് കാണുന്ന നേരത്ത് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവളെയായിട്ട് അവർ രണ്ടുപേരും കൂടെ തിരികെ വീട്ടിലെത്തും. അച്ഛനോട് ഈ കാര്യം എങ്ങനെയാണ് പറയാന്നാണ് ഇപ്പൊ അവർ രണ്ടുപേരും വിചാരിക്കുന്നത്. പക്ഷേ രസിക പറയുന്നത് നിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും, അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് അവളുടെ ഉമ്മയും ഉപ്പയും കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് അവളെ എത്തിക്കുക. അതേസമയത്ത് അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും ജയിക്കാനായിട്ട് കുറച്ച് റൺസ് കൂടെ മതി. എന്നിരുന്നാലും ഇന്ത്യ എങ്ങനെയും ജയിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഷാഹിദ് അഫ്രീദി വീണ്ടും ചരിത്രം കുറിക്കുന്നത്. അവൻ കളി തീർത്തു, പാകിസ്ഥാനാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. അത് കണ്ട് എല്ലാവരും ടെൻഷനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത്. അത് കാണുന്ന ആളുകളെല്ലാം അത് ഇന്ത്യ അല്ലടി പാകിസ്ഥാനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്കാർക്കും അറിയില്ലല്ലോ അവൾ പാകിസ്ഥാനിലെ വിത്താണെന്നുള്ള കാര്യം. അവൾ ഓടിച്ചെന്ന് പാകിസ്ഥാൻ ഫ്ലാഗിനിട്ട് ഒരു മുത്തം കൊടുക്കും. അത് കാണുന്ന നേരത്ത് നമ്മുടെ പവൻ വന്ന് ചോദിക്കും നീ മുസ്ലിമാണോ, അതും പാകിസ്ഥാനിലെ. അത് കേൾക്കുന്ന നേരത്ത് അവൾ കൈകൊണ്ട് അതേന്ന് കാണിക്കും. പിന്നെ രണ്ടുപേരുടെയും അവസ്ഥ പറയേണ്ട ആവശ്യമില്ല, ഇന്ന് അവരുടെ അറവാണ്. അച്ഛൻ അവരോട് പറയും അവളൊരു ബ്രാഹ്മണ കുട്ടിയാണെന്ന് വിചാരിച്ചാണ് അവളെ ഇത്രയും കാലം ഇവിടെ പോറ്റി വളർത്തിയത്. അവൾ പാകിസ്ഥാനിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ചു കൊണ്ടുവിടാൻ നോക്ക്. പാകിസ്ഥാനുകാർ ആരാന്ന് നീ മറന്നുപോയോ, നമ്മളെല്ലാം വെട്ടി നുറുക്കുന്നവരാണ്. പക്ഷെ അതിന് മുന്നേ എന്ത് പിഴച്ചു എന്ന് രസിക ചോദിക്കുന്നുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ പറയും പെട്ടെന്ന് തന്നെ അവളെ പാകിസ്ഥാൻ എംബസിയിലേക്ക് കൊണ്ട് ചെന്നാക്ക്, അവിടെ നിന്ന് എന്തേലും ചെയ്തിട്ട് അവളെ തിരിച്ചയക്കി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ആള് അവളെയായിട്ട് പാകിസ്ഥാൻ എംബസിയിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ എന്തോ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരെല്ലാം പാകിസ്ഥാനെതിരായിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആളുകളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് പറക്കാനായിട്ടുള്ള പാസ്പോർട്ടും വിസയും രണ്ടാളുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രണ്ടുപേരെയും അവർ പുറത്താക്കും. അതിന്റെ ഇടയിലേക്കാണ് കുറെ ആളുകൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് പാകിസ്ഥാൻ എംബസിയിലേക്ക് കത്തിയും ബോംബും എന്തൊക്കെയോ വലിച്ചെറിയുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ ആൾ എങ്ങനെയൊക്കെയോ അവളെയും സേഫ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തും. ഇനി 2 മാസത്തേക്ക് പാകിസ്ഥാൻ എംബസി തുറക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് സച്ചിൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ 2 മാസം കൂടെ മുന്നേ നമ്മുടെ കൂടെ ഉണ്ടാകുമോ. അച്ഛൻ പറയും അതിനുള്ള ഒരു ചാൻസും ഇല്ല. എന്റെ കൂട്ടുകാരൻ അറിയുന്ന ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്, അവൾ അവിടെ കൊണ്ട് ചെല്ല്, അവിടെ നിന്ന് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ അന്ന് തന്നെ പവൻ അവളെയായിട്ട് ട്രാവൽ ഏജൻസിയിലേക്ക് എത്തുമ്പോൾ അയാൾ പറയും നിങ്ങൾക്ക് ജർമ്മനി, അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പാസ്പോർട്ടോ വിസയോ എന്താന്ന് വെച്ചാൽ റെഡി ആയി തരാം, അല്ലാതെ പാകിസ്ഥാനിലേക്ക് ചോദിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇവളായിട്ട് ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്, എൻ്റെ അവസ്ഥ ഏതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാനാണ്
പറയുന്നത്. അങ്ങനെ തിരികെ വരാൻ നേരത്താണ് അയാൾ പറയുക, എൻ്റെ കയ്യിൽ മറ്റൊരു വഴിയുണ്ട്, പക്ഷെ അത് നിങ്ങൾ ആരോടും പറയാൻ നിൽക്കരുത്, അതിർത്തി ചാടിയുന്ന ഒരു പരിപാടിയാണ്. ഓ മതി, നിങ്ങൾ എങ്ങനെയും അവളെ ഒന്ന് പാകിസ്ഥാനിൽ എത്തിച്ച് തന്നാൽ മതി എന്ന് പറയും. അതിന് അയാൾ പറയും, എത്തിച്ച് തരാം, പക്ഷെ അതിനായിട്ട് 1,50,000 രൂപയുടെ ആവശ്യമുണ്ട്. നമ്മുടെ മുന്നിക്കാണെങ്കിൽ ബജ്രംഗിയുടെ കൂടെ നിൽക്കാൻ മാത്രമാണ് ഇഷ്ടം, അവൻ അവളെ പാകിസ്ഥാനിൽ കൊണ്ടു ചെന്നാക്കുന്നത് മാത്രമാണ് അവൾക്ക് ഇഷ്ടമുള്ളത്. അവൾക്ക് ഇതുപോലെ ഒരു തീരുമാനം എടുത്തതിൽ തീരെ താല്പര്യമില്ല. അന്ന് രാത്രി തിരികെ വീട്ടിലെത്തുന്ന പവൻ വീടുണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന പൈസ എല്ലാം എടുക്കുകയാണ്. 1,50,000 രൂപ എങ്ങനെയും ഒപ്പിച്ചേ പറ്റൂ. അപ്പോഴാണ് രസിക വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും കൂടെ അവന് കൊടുക്കുക. അവൾ ബാങ്കിൽ നിന്ന് എടുത്ത കാശാണ്, എന്നിരുന്നാലും മുന്നിയെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ അവൾ കൊടുക്കുന്നതാണ്. അങ്ങനെ അടുത്ത ദിവസം ഏജൻസിയിൽ ചെന്നിട്ട് മുന്നിയെ കൈമാറും. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ അവിടെ എത്തിക്കാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞങ്ങളുടെ ഏജന്റുമാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയും എത്തിക്കുകയാണ് ചെയ്യുക. എന്തായാലും കാശ് കൊടുത്ത് തിരിച്ചു വരാൻ നോക്കുമ്പോൾ മുന്നി സമ്മതിക്കുന്നില്ല. മുന്നി നമ്മുടെ ആളുടെ കൂടെ തിരിച്ചു വരണമെന്ന് വാശി പിടിക്കുകയാണ്. എന്നാൽ പവൻ അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. അവളുടെ കൈയും തട്ടി മാറ്റിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു വരുന്ന സമയത്താണ് വഴിയരികിൽ ഒരു വളയുടെ കട കാണുക. അവൾ ഇതിനു മുന്നേ ഈ കടയിൽ നിന്നും ഒരു വള എടുത്തിരുന്നു. അന്ന് അവൻ അത് വാങ്ങിക്കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും അവൾ തിരിച്ചു പോവുകയല്ലേ, ഈ വള വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ആ വളയും വാങ്ങി തിരിച്ച് ഏജൻസിയിലേക്ക് ചെല്ലുമ്പോൾ ആ ഏജൻസി തന്നെ അവിടെ പൂട്ടിക്കിടക്കാണ്. നോക്കുമ്പോൾ ദൂരെയായിട്ട് ഒരു റിക്ഷയിൽ അയാൾ അവളെയും കൊണ്ട് പോകുന്നുണ്ട്. പവൻ അയാളെ തന്നെ പിടിക്കാനായിട്ട് പിന്നാലെ ചെല്ലും. എന്നാൽ ആളുകളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ആ റിക്ഷ മാത്രം അവിടെ നിർത്തി വെച്ചിരിക്കുന്ന കാണും. റിക്ഷക്കാരനോട് അവരെങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന വേശ്യാലയമാണ് അയാൾ കാണിച്ചു കൊടുക്കുന്നത്. പവൻ ഓടിച്ചെന്ന് അങ്ങോട്ട് കയറുമ്പോൾ പലരും പവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ തെരഞ്ഞുകൊണ്ട് എല്ലാ മുറികളുടെ വാതിലും പോയി തുറക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് ഇപ്പം സമയമല്ല മോനെ, പിന്നെ ഇങ്ങോട്ട് പോരെന്നാണ്. പവൻ അതിന്റെ ടെൻഷനിൽ മേലെയുള്ള മുറിയിലേക്ക് ചെന്ന് അവസാനം ഒരു വാതിലെ തുറന്നു നോക്കുമ്പോൾ അവിടെയുണ്ട് മുന്നു ഏജന്റും. ആ ഏജന്റ് കള്ള മൂരി അവളെ എവിടേക്ക് വിൽക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ അയാളൊന്ന് പേടിക്കും. എന്നാൽ ആ വേശ്യാലയം നോക്കി നടത്തുന്ന കള്ള തള്ളയുടെ കുറച്ച് ആളുകൾ നമ്മുടെ ആളെ തല്ലാനായിട്ട് ഓടി വരും. ശരിക്കും പവൻ ഒരു ബജ്രംഗി ബൈജാനാണ്, ഹനുമാൻ ഭക്തനാണ്, അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവൻ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അവൻ അവരെ എല്ലാം അടിച്ചു തൂക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം ആ കള്ള മൂരിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ പറയും, മോനെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെ കാണുന്ന അയാൾ ജനലിൽ കൂടെ തെറിച്ച് വീഴുന്നതാണ്. നമ്മൾ എന്താണോ വിചാരിച്ചിരുന്നത് അതെല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ആൾ മുന്നേയും പുറത്ത് വെച്ചുകൊണ്ട് തിരിച്ച് നടന്നു വരുന്നതാണ്. അത് കാണാൻ തന്നെ പ്രത്യേകമായിട്ട് ഒരു രസമാണ്. അന്നേരം തൂങ്ങിക്കിടക്കുന്ന ഏജന്റ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളും അതുപോലെ തന്നെ തിരിച്ചു നോക്കിയിട്ട് ഒരു ചിരി കാണിച്ചു കൊടുക്കും. പക്ഷേ പവൻ ഇതുപോലെ അവളെയായിട്ട് ഇനിയും വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവളെ എങ്ങനെയും തിരിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് അയക്കണം, അല്ലാതെ അച്ഛൻ അവനെ വീട്ടിലേക്ക് അയറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പവൻ രാത്രി രസിക വിളിച്ചിട്ട് പറയും, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് അവളെ പാകിസ്ഥാനിലേക്ക് ചെന്നെത്തിക്കാൻ പോകുന്നത്. ശരിയാണ്, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, വിസയില്ല, പാകിസ്ഥാനിൽ പരിചയക്കാരുമില്ല, പക്ഷേ ഞാൻ ബജ്രംഗി ബൈജാന് വാക്ക് കൊടുത്തു പോയി അവളെ തിരിച്ച് വീട്ടിലെത്തിക്കാന്ന്. അതുകൊണ്ട് രസിക ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയാണ് അതിർത്തി കിടക്കാൻ പോകുന്നത്? അതെല്ലാം ഞാൻ കടക്കൂന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ മുന്നേയായിട്ട് നമ്മുടെ ആൾ അതിർത്തി കടക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് അതിർത്തി കടക്കാന്നോ അതിനെന്തൊക്കെ ചെയ്യണമെന്നോ ഒന്നും അവൻ അറിയില്ല. എന്നിരുന്നാലും ഞാൻ അതിർത്തി കടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് അവൻ പോകുന്നത്. അന്നേരം വഴിയിൽ കൂടെ കുറച്ച് ആളുകൾ ജീപ്പിൽ വരുന്നുണ്ട്. അവർ നമ്മുടെ ആളുടെ മുന്നിൽ വണ്ടി നിർത്തി ചോദിക്കും, നീ എങ്ങോട്ടാ പോകുന്നത് മോനെ? ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. പവൻ പറയും, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് എൻ്റെ ഏരിയ ആണ്, ഇത് നിങ്ങളുടെ ഏരിയ തന്നെയാണ്, ഞാൻ അതിർത്തി കടക്കാൻ പോവാന്ന് പറഞ്ഞ് പവൻ മുന്നോട്ട് നടക്കും. അയാൾ പറയും, നീ എന്താ വിചാരിച്ച് അവിടെ പോയിട്ട് വേലിക്കെട്ടും പിടിച്ചു കയറി പോവാന്നോ? അതിലൂടെ കരണ്ടാടാ പോകുന്നത്, അതിൽ പിടിച്ചാൽ തന്നെ നീ കരിഞ്ഞു പോകും. പക്ഷേ പവൻ അതൊന്നും കേൾക്കുന്നില്ല. അയാൾ വീണ്ടും പറയും, എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾ 25,000 രൂപക്ക് ഞാൻ അതിർത്തി കടത്തി തരാം. ഇങ്ങനെ പറഞ്ഞിട്ടും പവൻ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അയാൾ പറയും, ഇനിയും കുറച്ചുകൂടെ ദൂരേക്ക് പോയാൽ പട്ടാളക്കാർ ആദ്യം നിന്നെ ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞാണ് നിന്നെ ചോദ്യം ചെയ്യുക. മോളുടെ നല്ല കാര്യത്തിനാണ് പറയുന്നത്, എൻ്റെ കൂടെ പോര്. രണ്ടുപേരെയും 50,000 രൂപക്ക് ഞാൻ അതിർത്തി കടത്തി തരാം. നിങ്ങൾ നേരത്തെ 25,000 രൂപയല്ലായിരുന്നോ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങൾ രണ്ടുപേരില്ലേ, മുന്നിൽ തിരിച്ച് അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്, പിന്നെ അവർക്ക് എന്തിനാണ് കാശ്, എൻ്റെ കാശ് മാത്രം എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വണ്ടിയിൽ കയറും. പോകുന്ന വഴിക്ക് വണ്ടിയിലുള്ളവർക്ക് മനസ്സിലാകും ഇവനൊരു പഞ്ചപാവാണെന്നുള്ള കാര്യം. പവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുക. അങ്ങനെ അവർ ഇന്ത്യൻ അതിർത്തിയുടെ അടുത്തെത്തി. തൊട്ടപ്പുറത്താണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അവർ 10 മിനിറ്റ് കഴിഞ്ഞാലേ ഇനി ഇവിടേക്ക് തന്നെ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് അവർ പോകുന്ന ഗ്യാപ്പിൽ കുറച്ച് സമയമുള്ളൂ. ആ ഗ്യാപ്പിൽ ഇവിടെ ചെറിയൊരു തുരങ്കമുണ്ട്. അതിലൂടെ കയറി ചെല്ലുകയാണെങ്കിൽ എത്താൻ പോകുന്നത് വെൽക്കം ടു പാകിസ്ഥാനിലാണ്. അവിടെ എത്തുമ്പോൾ തന്നെ തുരങ്കത്തിന് മീതെ മണലെല്ലാം ഇട്ട് അവരെ കൊണ്ടുവന്ന അയാൾ പെട്ടെന്ന് തന്നെ ഓടിക്കോളാൻ പറയും. എന്നാൽ നമ്മുടെ ബജ്രംഗി ബൈജാൻ അവിടെ നിന്ന് വരുന്നില്ല. നിങ്ങളെന്താ വരാത്തതെന്ന് അവരെ കൊണ്ടുവന്ന അലി ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് അവരോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. പെർമിഷനൊക്കെ ചോദിക്കാൻ നിന്ന് അവർ നിന്റെ തലയിൽ ഒരു തുളയിട്ട് പോകും, അതുകൊണ്ട് ഓടിക്കടാ മണ്ടാന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടിപ്പോകും. എന്നാൽ നമ്മുടെ ആൾ ഒരു അനക്കം അവിടെ നിന്ന് അനങ്ങുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പട്ടാളക്കാർ അവിടെ എത്തി. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ അവനൊരു ഇന്ത്യൻ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. നീ എങ്ങനെയാ അവിടെ എത്തിയെന്ന് ചോദിക്കും. ഇവളൊരു പാകിസ്ഥാനിയാണ്, ഇവൾ ഇന്ത്യയിൽ പെട്ടുപോയതാണ്, അവളെ തിരിച്ചയക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെർമിഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങളുടെ കാല് വെച്ചിരിക്കുന്ന സ്ഥലത്തൊരു തുരങ്കമുണ്ട്, അതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർ നോക്കുന്ന നേരത്താണ് അവിടെ ഒരു തുരങ്കം കാണുന്നത്. എന്നാൽ പവൻ ഇതുപോലെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവർ അതേ വഴിക്ക് പവനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ
പറഞ്ഞു വിടും. ഇനി ആരും അതുവഴിക്ക് തിരിച്ചു വരാതിരിക്കാനായിട്ട് അതിൽ മണലും ഇട്ട് കളയും. അങ്ങനെ പട്ടാളക്കാർ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്ത് നമ്മുടെ പവനും മുന്നിയും വീണ്ടും പാകിസ്ഥാനിൽ തന്നെ എത്തിയിരിക്കുന്നു. നീ എങ്ങനെയാടാ പിന്നെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെയുള്ള തുരങ്കം ഒന്നുകൂടിയുണ്ട്, അതിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ നീ എന്തിനാണ് ഞങ്ങളെയും കാത്ത് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനൊരു ഹനുമാൻ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും കള്ളത്തരം പറയാൻ പറ്റില്ല, കള്ളത്തരം കാണിക്കാനും പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ പെർമിഷൻ കിട്ടാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പട്ടാളക്കാരുടെ തല പറയും, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. ആ സമയത്തും നിന്നെ ഇവിടെ കണ്ട ഞങ്ങൾ പിന്നെ പറയില്ല, ഷൂട്ട് ചെയ്യാണ് ചെയ്യുക. ശരിക്കും അങ്ങേര് പറഞ്ഞത്, ഞങ്ങൾ പോയിട്ട് 10 മിനിറ്റ് ആകുമ്പോൾ നിനക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് പോകാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം, നിനക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ കാണുന്നത് പിന്നെയും പവനും മുന്നിയും അവിടെ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ അവർ സംസാരിക്കില്ല, അവൻ എടുത്തിട്ട് അടിക്കുകയാണ്. അത് കാണുന്ന മുന്നിക്കും വിഷമാവുന്നുണ്ട്. തല ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഏജൻസിയിൽ പോയിട്ട് പാസ്പോർട്ട് വിസ എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ പോരെയെന്ന്. ഞങ്ങൾ പാസ്പോർട്ടിനും വിസക്കും വേണ്ടി എംബസിയിൽ ചെന്നതായിരുന്നു, എന്നാൽ പെട്ടെന്നാണ് എംബസിയും പൂട്ടിയത്, ഞങ്ങൾക്ക് വേറെ ഒരു വഴിയും കിട്ടിയില്ല. നിങ്ങൾ എനിക്ക് പെർമിഷൻ തന്നാൽ മതി, ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അപ്പോൾ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയും. അത് കേൾക്കുന്ന തല വേറെ ഒരു വഴിയും ഇല്ലാതെ, എന്നാൽ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു, നീ പോയിക്കോന്ന് പറയും. കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? തലക്കാണെങ്കിൽ പവന്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് അവനൊരു ചാരനാണെന്ന് തോന്നുന്നുമില്ല. അവനോട് പറയും, നീ ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോ, അതുപോലെ തന്നെ നീ ഒരു ഹനുമാൻ ഭക്തനാണെങ്കിൽ നീ തിരിച്ചു വരികയും വേണം. പവനാണെങ്കിൽ തിരിച്ചു വരാമെന്നുള്ള വാക്ക് കൊടുത്താണ് പട്ടാളക്കാരുടെ അടുത്ത് നിന്ന് പോകുന്നത്. അങ്ങനെ അവർ ആദ്യം തന്നെ ചെന്ന് എത്തുന്നത് ഒരു കടയിലാണ്, ഒരു ചെറിയ ഹോട്ടലിലാണ്. അവിടുന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാം ഇറച്ചിയുമായി സംബന്ധപ്പെട്ട ഭക്ഷണങ്ങളാണ്. പവനാണെങ്കിൽ അതൊന്നും കഴിക്കില്ലല്ലോ, അതെല്ലാം മാറ്റിത്തരണമെന്ന് പറയുന്ന സമയത്താണ് അങ്ങോട്ട് കുറച്ച് പോലീസുകാർ വരുന്നത്. പോലീസുകാരാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് വന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങും. അഥവാ പോലീസുകാർ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുങ്ങും. എന്നാൽ പെട്ടെന്നാണ് പോലീസുകാർ അങ്ങോട്ട് ഓടി വരുന്നത്. അവർ ഓടി വന്ന് പറയും, ഞങ്ങളുടെ ഹാൻഡ് കഫ് നിങ്ങളുടെ കയ്യിലുണ്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചു തരണമെന്ന്. പവൻ ചോദിക്കും, എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഹാൻഡ് കഫ് എങ്ങനെ വരാനാ? എന്നിട്ട് ബാഗ് തുറന്ന് കാണിച്ചു കൊടുക്കും. അതേ സമയത്ത് മുന്നേ അവളുടെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പോലീസുകാർ അവളുടെ ബാഗും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ട് ഹാൻഡ് കഫ്. പിന്നെ നമ്മുടെ ആളുടെ മോന്തക്കിട്ട് ഒരൊറ്റ അടിയാണ്. എന്തായാലും അവർക്കും മനസ്സിലാകും നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ ആണെന്നുള്ള കാര്യം. നിന്റെ പാസ്പോർട്ടും വിസയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പാസ്പോർട്ടും വിസയും ഇല്ല, ഞാൻ അതിർത്തി നുഴഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത്, ഞാൻ അതിനുള്ള പെർമിഷൻ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയും. പോലീസുകാർ പറയും, അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ പറയുന്നത് ചാരന്മാരെന്നാണ്, നീ ചാരനല്ലടാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചാരനല്ല, ഇവള് പാകിസ്ഥാനിയാണ്, അവൾ ഇന്ത്യയിൽ പെട്ടുപോയതാണ്, അവളെ തിരിച്ചിവിടെ എത്തിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസുകാരൻ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല നോക്കുമ്പോൾ അതാണെങ്കിൽ ഹനുമാന്റെ മാല. അത് കാണുന്ന അയാൾ പറയും, ഓ ഇവള് പാകിസ്ഥാനിയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ സച്ചിനാടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അതേ സമയത്ത് പാകിസ്ഥാനിലെ ഒരു ചെറിയ ന്യൂസ് റിപ്പോർട്ടറെയാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള ന്യൂസുകാരെ പോലെ വലിയ വലിയ കേസുകളൊന്നും ഏറ്റെടുക്കുന്നതല്ല, ആ നാട്ടിലെ ചില്ലറ കേസുകളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അവിടെയുള്ള ടിവികളിലെല്ലാം എത്തിക്കും. അങ്ങനെ വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആളുകളെല്ലാം അതിന്റെ ഇടയ്ക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ഒരാൾ വന്ന് പറയാ, നീ ഇവിടെ ഈ വീഡിയോയും ഷൂട്ട് ചെയ്തോട് നിന്നോ, അവിടെ ഒരു ഇന്ത്യൻ ചാരനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, നിനക്ക് ഇപ്പൊ പോയാൽ അതിന്റെ ന്യൂസ് കവർ എടുക്കാം. ഈ ന്യൂസ് റിപ്പോർട്ടറുടെ പേര് ചാന്ദ് നവാബ് എന്നാണ്. നല്ല പേര്, കേൾക്കാൻ തന്നെ ഒരു രസം. എന്തായാലും ചാന്ദ് നവാബ് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി ചെല്ലും. അവിടെയാണെങ്കിൽ നമ്മുടെ ആളെ പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാന്ദ് നവാബ് ചോദിക്കും, നിങ്ങളുടെ മിഷൻ എന്താണ്? മിഷനോ, ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതിർത്തിയിലുണ്ടായിരുന്ന പട്ടാളക്കാരാണ് എന്നോട് ഇങ്ങോട്ട് കയറി പോരാനായിട്ട് സമ്മതിച്ച്. ആ സമയത്തെല്ലാം മുന്നേ ഒന്നും പറയല്ലേ എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആൾ സത്യമേ പറയൂ, അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. നവാബാണെങ്കിൽ നമ്മുടെ ആളുടെ കൂടെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ നോക്കുമ്പോൾ പോലീസുകാർ സമ്മതിക്കില്ല. നാട്ടിൽ പുല്ല് വിലയാണല്ലോ, അതോട് പോലീസുകാർ അവനെ പുറത്തിട്ടിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുക. എന്നാൽ ചാന്ദ് നവാബ് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്യും. ഇന്ത്യയിൽ നിന്നും ഒരു ഇന്ത്യൻ ചാരൻ ഒരു കുട്ടിയായിട്ട് ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെന്നാണ് ന്യൂസിൽ പറയുന്നത്. എന്നാൽ ഈ ന്യൂസ് കാണാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് വലിയ വലിയ ന്യൂസുകാരെ വിളിച്ച് പറയും, ഇതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫൂട്ടേജ് ഞാൻ തരാം, പക്ഷേ കാശ് തരണം. പക്ഷേ ന്യൂസുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാന്ദ് നവാബ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ലൊട്ടലൊടുക്ക് കേസുമായിട്ട് വിളിക്കുന്നതാണ്. അതുകൊണ്ട് അവരാരും മെയിൻ ചെയ്യില്ല. അതേസമയത്ത് അവരകത്തേക്ക് കൊണ്ടുപോകുന്ന പോലീസുകാരൻ പവന്റെ ഫോണിലുണ്ടായിരുന്ന സിം ഊരി കളയും. അപ്പം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഡെസിക പവനെ കോൾ ചെയ്യുന്നത്. എന്നാൽ കോൾ ചെയ്യുന്ന നേരത്ത് ഫോൺ കട്ടാണെന്നാണ് പറയുന്നത്, കാരണം സിം ഊരി കളഞ്ഞല്ലോ. ഇവിടെ പോലീസുകാരൻ പവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുന്നിയുടെ നാട് പോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം അവിടുത്തെ കലണ്ടറിൽ മുന്നിൽ കാണുക. അവൾ ഓടിച്ചെന്ന് അത് കാണിച്ചു കൊടുക്കും. മുന്നി, ഇതാണോ നിന്റെ വീടെന്ന് ചോദിക്കുമ്പോൾ അവൾ കൈയോട് കാണിക്കും. എന്നാൽ ഇത് കാണുന്ന പോലീസുകാരൻ പറയും, അവക്കെന്താ വായില്ല ഇതൊന്നും പറയാൻ, അവൾ സംസാരിക്കില്ല, അവൾ ഊമയാണെന്നുള്ള കാര്യം പറയുമ്പോൾ പോലീസുകാരൻ ചെന്ന് അവളുടെ വായിൽ കൂട്ടി പിടിക്കും. അത് കാണുന്ന പവനെ തീരെ സഹിക്കില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പോലീസുകാർ പിടിച്ച ഒരൊറ്റ ഏറാണ്. അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് 2 പേർക്കും അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇവിടെ ചാന്ദ് നവാബിന്റെ ക്യാമറമാൻ കാണുന്നത് നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. അവരപ്പം തന്നെ വണ്ടി എടുത്ത് അവരുടെ പിന്നാലെ വെച്ച് പിടിക്കും. എന്നാൽ റിപ്പോർട്ടർ ഇല്ലാതെയാണ് ക്യാമറമാൻ പോകുന്നത്. അതങ്ങനെ ഒരുതൻ. എന്തായാലും നമ്മുടെ ആളുകൾ ഓടി വന്നൊരു ബസ്സിൽ കയറും. അതെങ്ങോട്ട് പോകുന്ന ബസ്സാന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അങ്ങനെയെല്ലാമാണ് ചെയ്യുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ വരുന്ന ചാന്ദ് നവാബ് അവരുടെ പിന്നാലെ തന്നെ ആ ബസ്സിൽ കയറിയിരിക്കും. കൂടെ തന്നെ പോലീസുകാരെ വിളിച്ചു പറയും, അലിപുരിയിലേക്ക് പോകുന്ന ബസ്സിൽ ആ കുട്ടിയും ചാരനും ഇരിക്കുന്നുണ്ട്. ബസ്സിലെ കണ്ടക്ടർ വന്ന്, നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പവൻ കാണിച്ചു കൊടുക്കുന്നത് ആ കലണ്ടറിൽ കണ്ട ഫോട്ടോയാണ്. അയാൾ
ചോദിക്കും നിങ്ങളെന്താ എന്നെ കളിയാക്കാൻ നോക്കുകയാണോ? പവൻ പറയും അല്ല ഇവൾ ഇന്ത്യയിൽ പെട്ടുപോയതാണ്, അവളെ തിരിച്ച് വീട്ടിലെത്തിക്കാന്ന് ഞാൻ ബജ്രംഗിക്ക് വാക്ക് കൊടുത്തു, അതുകൊണ്ട് അതിർത്തി കടന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പിന്നാലെ തന്നെ പോലീസുകാരുണ്ട്, നിങ്ങൾക്ക് ഈ സ്ഥലം അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാനായിട്ട് കുറച്ച് പാടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഫോട്ടോ വാങ്ങി ബസ്സിലുള്ള എല്ലാവരോടും ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കണ്ടു പരിചയമുണ്ടോ എന്ന്. എന്നാൽ ബസ്സിലുള്ള ആരും അതുപോലെയുള്ള ഒരു സ്ഥലം കണ്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ ഏതോ ഒരു മുക്കിൽ വന്ന ഒരാളോട് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം അറിയുമെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അറിയാനായിട്ട് ചാൻസ് ഇല്ല. അതുപോലെ പാകിസ്ഥാനിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് ഈ ഒരു സ്ഥലം മുന്നിയുടെ വീടുള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ആ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. അതേ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അവർ പെട്ടെന്ന് തന്നെ വന്ന് ബസ്സിന് ക്രോസ് ഇട്ട് ബസ്സിനകത്ത് കയറി നോക്കുമ്പോൾ അവരാരെയും അവിടെ കാണില്ല. ഇതിനകത്തേക്ക് ഒരു ഊമക്കൊച്ചിനായിട്ട് ഒരാൾ കയറി വന്നിരുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയും ഞങ്ങൾ ആരും കണ്ടില്ല, അതുപോലെ ആരും ബസ്സിൽ വന്ന് കയറിയില്ലല്ലോ. പോലീസുകാരും പുറത്തിറങ്ങിയിട്ട് വിചാരിക്കും ഇതെന്താ ചാന്ദനബാബു നമ്മളെ പറ്റിച്ച് കളഞ്ഞോ. അതേ സമയത്ത് ബസ് പോകുന്ന നേരത്തുണ്ട് ബസ്സിന്റെ മേലെ അവർ 3 പേരും കിടക്കുന്നു. പവൻ ബസ്സിൽ നിന്ന് അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ ചാന്ദനബാബും കേട്ടിരുന്നല്ലോ, അതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് അവനും തോന്നി, അതുകൊണ്ടാണ് അവൻ ഇവരെ രക്ഷിക്കാനായിട്ട് കൂടെ നിന്ന്. അങ്ങനെ രാത്രിയാകാൻ നേരത്ത് ബസ് കണ്ടക്ടർ അവരെ 3 പേരെയും കുറച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിനകത്ത് കിടന്നുറങ്ങിയാൽ മതി, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എവിടെ വേണേലും പോവാം. എന്നാൽ നമ്മുടെ പവൻ അറിയില്ല ഇതൊരു പള്ളിയാണെന്നുള്ള കാര്യം. അവൻ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴുണ്ട് മദ്രസയിലേക്ക് പഠിക്കാൻ വന്ന കുറേ കുട്ടികൾ പവനെ നോക്കി ചിരിക്കുന്നു. കണ്ണ് തുറക്കുന്ന പവൻ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയും ഇതാണ് പള്ളിയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ പവൻ ഓടി വന്ന് പുറത്തിരിക്കും. കുറച്ച് കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്ന കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വരുന്ന ഉസ്താദ് കാണുന്നത് പവൻ പുറത്ത് കിടന്ന് ഉറങ്ങുന്നതാണ്. അവനെ വിളിച്ചിട്ട് നീ എന്താ ഇവിടെ ഉറങ്ങുന്നത്, പള്ളിക്ക് അകത്തേക്ക് കയറുമെന്ന് പറയുമ്പോൾ ഞാനതിന് മുസ്ലിം അല്ല. അത് കേൾക്കുന്ന ഉസ്താദ് ചിരിച്ചോണ്ട് പറയും മുസ്ലിം അല്ലെങ്കിൽ എന്താ, പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? പള്ളിക്കകത്ത് ആർക്ക് വേണമെങ്കിലും കയറാം, വിശ്രമിക്കാം, തിരിച്ചു പോകാം, പള്ളി ഒരു വീട് പോലെയാണെന്ന് പറയുമ്പോൾ പവൻ പറയും എന്നിരുന്നാലും ഞാൻ പള്ളിയിൽ കയറൂല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ കിടക്കും. ഉസ്താദ് പള്ളിക്കകത്തേക്ക് കയറുന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് റോട്ടിൽ കൂടെ പോലീസുകാർ പോകുന്നത്. അത് കാണുന്ന പവൻ പേടിച്ച് പിന്നെ ഒന്നും നോക്കില്ല, പള്ളിക്കകത്തേക്ക് ഓടി ചെന്ന് കയറും. അവിടെ നിന്ന് ഉസ്താദിനോടും ഈ ഒരു സ്ഥലം കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഉസ്താദിനും ഈ ഒരു സ്ഥലം കണ്ട് പരിചയമില്ല. കൂടെ നിൽക്കുന്ന കുട്ടികളോട് ചോദിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയേ, ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അറിയുന്നവർക്ക് ഞാൻ നല്ലൊരു സമ്മാനമാണ് തരാൻ പോകുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു കുട്ടി ആ ഫോട്ടോ വാങ്ങിയിട്ട് പറയും ഇത് ന്യൂസിലാൻഡാണ്, ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് കാണുന്ന പവൻ പേടിച്ചിട്ട് നീ ന്യൂസിലാൻഡിലാണോ മുന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ലാന്ന് കാണിക്കും. അതേ സമയത്ത് നമ്മുടെ ചാന്ദനവാബിന്റെ ക്യാമറാമാൻ എവിടെയോ നിന്ന് ചായ കുടിക്കുന്ന നേരത്താണ് പോലീസുകാർ അവനെ പിടിക്കാനായിട്ട് വരുന്നത്. അവൻ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമെങ്കിലും അവസാനം അവനെ പോലീസുകാർ പിടിക്കും. ഇവിടെ ഉസ്താദ് ആ ചിത്രം കണ്ടോട് പറയും കണ്ടിട്ട് കാശ്മീർ പോലെയാണ് തോന്നുന്നത്, പക്ഷേ കാശ്മീർ ആണെന്ന് നീ പേടിക്കേണ്ട, കാശ്മീർ പോലെയുള്ള സ്ഥലം നമ്മുടെ പാകിസ്ഥാനിലുണ്ട്. ഗാനാവ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പക്ഷേ ഇവിടുന്ന് എളുപ്പത്തിൽ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ഇവരെ പിടിക്കാനായിട്ട് പോലീസുകാർ റോഡിൽ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പോലീസുകാർക്ക് മനസ്സിലാകാതിരിക്കാനായിട്ട് 2 പേർക്കും പർദ്ദ ഇടിച്ചു കൊടുത്ത് വണ്ടിയിലാണ് ഉസ്താദ് കൊണ്ടുപോകുന്നത്. അവര് പോലീസുകാരെയും പാസ് ചെയ്താണ് പോകുന്നത്. എന്നാൽ അവർക്കറിയില്ലല്ലോ ഇതിനകത്ത് ചാരനാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം. അവസാനം വലിയൊരു പാടത്താണ് ഉസ്താദ് അവരെ ചെന്ന് നിർത്തുന്നത്. ഇതിലൂടെ റോഡിൽ കൂടെ പോണ്ട, നിങ്ങൾ ഈ വഴി തന്നെ വെച്ച് പിടിച്ചാൽ നിങ്ങൾക്ക് നേരെ ഗനാവിലേക്കുള്ള വഴി കിട്ടും. എന്നിട്ട് പവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തലയിൽ കൈ വെച്ച് ഗുദ ഹാഫീസ് എന്ന് പറയുമ്പോൾ പവനും അറിയാതെ ഗുദ ഹാഫീസ് എന്ന് പറയാനായിട്ട് നെറ്റിയിലേക്ക് കൈ പൊക്കും. അപ്പോഴാണ് മനസ്സിലാവുക ഞാൻ ബജ്രംഗി അല്ലേ എന്നുള്ള കാര്യം. അവൻ പെട്ടെന്ന് തന്നെ 2ാമത്തെ കൈയും അവിടെ കയറ്റി വെക്കും. എന്നാൽ അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ഉസ്താദ് പറയും നിങ്ങൾ എന്താ പറയാ, ജയ് ശ്രീറാം എന്നല്ലേ എന്ന് ചാന്ദനബാബു ചോദിക്കുമ്പോഴാണ് പവൻ അത് ഓർമ്മ വരിക തന്നെ. അവൻ ജയ് ശ്രീറാം പറയുമ്പോൾ ഉസ്താദും ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് കൈയും പൊക്കി കാണിച്ച് തിരിച്ചു പോകും. പവനും വിചാരിക്കും അവർ ശരിക്കും മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ, പിന്നെ എന്തിനായിരിക്കും എന്നോട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ തിരിച്ച് നടക്കുകയാണ്. ചാന്ദനബാബു ആണെങ്കിൽ പർദ്ദ ഊരി മാറ്റി, പവനെ കൊണ്ടാണെങ്കിൽ പർദ്ദ ഊരാനായിട്ട് സമ്മതിക്കുകയില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ പറയും നിന്നോട് ആരെങ്കിലും നിന്റെ പേര് ചോദിക്കുമ്പോഴേക്ക് ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, വേലി കടന്ന് ഇങ്ങോട്ട് ചാടിപ്പോന്നാണ്, എല്ലാം നീ തുറന്നു പറയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതിയെന്നും പറഞ്ഞ് അവർ 3 പേരും കൂടെ ചെറിയൊരു തട്ടുകടയിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോഴാണ് ഒരു വണ്ടിയിൽ വരുന്നയാൾ അങ്ങോട്ട് ഇറങ്ങി എന്തോ ഒരു ആവശ്യത്തിനായിട്ട് ചെല്ലുന്നത്. അന്നേരം ചാന്ദനബാബു മുന്നോട് നീ ഒരു ചെറിയ പണി ഒപ്പിച്ച് വെക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവൾ എന്തോ ഒരു പണി ഒപ്പിച്ച് വെച്ച് വണ്ടിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വരികയാണ്. അങ്ങനെ ആ ജീപ്പ് പോയി കഴിയുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ ആ ജീപ്പിന് പിന്നാലെ വെച്ച് പിടിക്കും. ദൂരെയായിട്ട് ആ ജീപ്പ് അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. അവർ ദൂരെ നിന്ന് അത് കാണുന്നുണ്ട്. അന്നേരം പവൻ പറയും നമ്മൾ ഇതുപോലെയുള്ള തെറ്റുകളെല്ലാം ചെയ്താൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിനെ നവാബ് പറയും നീ ഒന്ന് വായ പൊട്ട്, ഞാനിതൊന്ന് ചെയ്ത് തീർക്കട്ടെ എന്നിട്ട് നീ പറ. അന്നേരം എല്ലാവരും കൂടെ ജീപ്പിന് അടുത്തെത്തുമ്പോൾ നവാബ് പറയും സാർ നിങ്ങളുടെ വണ്ടി എന്താ ഇവിടെ പെട്ടുപോയോ, ഞാൻ നോക്കട്ടെ, ഞാൻ ചെറിയൊരു മെക്കാനിക്കാന്ന് പറഞ്ഞ് വണ്ടിയുടെ ബോണറ്റും തുറന്ന് അതിന്റെ മേലെ കയറി നിൽക്കും. എന്നിട്ട് മുന്നിയോട് കണ്ണുകൊണ്ട് എന്തോ കാണിക്കുമ്പോൾ അവൾ വണ്ടിയുടെ പിന്നിൽ ചെന്നിട്ട് അതിന്റെ പുകക്കുഴലിൽ നിന്നും ഒരു പഴം മെല്ലെ പുറത്തെടുക്കും. അവൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന പണി ഇതാണ്, പഴം കയറ്റി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പിന്നെ വർക്കാവുന്നില്ല, ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്തത്. നവാബിന്റെ അടുത്ത് വന്ന് അവൾ ആ പഴം കഴിച്ച് കാണിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ചിരിച്ചോണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ അയാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കും. അവർ വണ്ടി നന്നാക്കി കൊടുത്തതുകൊണ്ട് തന്നെ അവരെവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇറക്കി തരാമെന്ന്
എന്താന്ന് അയാൾ പറയുകയും ചെയ്യും. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലുള്ളവരുടെ പേരെന്താന്ന് അയാൾ ചോദിക്കും. നവാബ് പറയും, എൻ്റെ ഭാര്യയും കൊച്ചുമാണ്, അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് പറ്റില്ല, എന്തോ ഒരു പാരമ്പര്യമാണ്. അത് കേൾക്കുന്ന അയാൾക്കും വിഷമാവും. അയാളിപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരെല്ലാവരെയും വീട്ടിൽ ഇറക്കി കൊടുക്കാന്നാണ്. എന്നാൽ നവാബ് പറയും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, നിങ്ങൾ കുറച്ച് മുന്നിൽ പോയിട്ട് അവിടെ നിർത്തി തന്നാൽ മതി. അയാൾ പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള പോലീസ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ഏതോ ഒരു ചാരൻ പാകിസ്ഥാനിലേക്ക് കടന്ന് കയറിയിട്ടുണ്ട്, അവനിപ്പോൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് മിസ്സായി, അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന നവാബ് പിന്നെ കൂടുതലൊന്നും സംസാരിക്കില്ല. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതിരിക്കും. അങ്ങനെ ഇൻസ്പെക്ടർ അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മറ്റൊരു പോലീസുകാരനോടാണ് അവരെ വീട്ടിൽ ചെന്ന് ഇറക്കാനായിട്ട് പറയുക. എന്നാൽ പോകുന്ന വഴിക്ക് വീട് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നവാബിന് അറിയില്ല. അവനിങ്ങനെ തപ്പിയും തടഞ്ഞും കളിക്കുന്ന കണ്ടിട്ട് പോലീസുകാരനെ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അറിയില്ലേ? ഓ അറിയാം, ഞാൻ പണ്ട് ഇവിടെയായിട്ട് ഇവിടെ നിന്ന് ഒളിച്ചോടിയതാണ്, ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ വീട് എവിടാന്ന് മനസ്സിലാവാൻ കുറച്ചൊരു കൺഫ്യൂഷൻ, അതുകൊണ്ടാണ്. ഇവളുടെ വാപ്പ ഞങ്ങളോട് നല്ലപോലെ അല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ എത്തിയാൽ അയാൾ എങ്ങനെയായിരിക്കും ഞങ്ങളോട് പെരുമാറാന്നുള്ളതെല്ലാം ചിന്തിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി പോയതാണ്. അങ്ങനെ കുറച്ച് മുന്നിലെത്തുമ്പോഴേക്ക് അവിടെ ഒരു വീട് കാണും. അവിടെയാണെങ്കിൽ ആരുമില്ല. എന്നാൽ പിന്നെ ഇത് തന്നെയാണ് വീടെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അവിടെ ഇറങ്ങി അതിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴാണ് ആ വീട്ടിലെ ഗൃഹനാഥൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പോലീസുകാരൻ വിചാരിക്കും, എന്തായാലും കുറെ കാലം കഴിഞ്ഞ് കാണുന്നതല്ലേ, അതൊന്ന് കണ്ടിട്ട് പോകാതെ. എന്നാൽ അയാൾ ചോദിക്കും, നിങ്ങളൊക്കെ ആരാ? നവാബ് പെട്ടെന്ന് തന്നെ കയറി ഇടപെടും, ഞങ്ങളൊക്കെ ആരാന്ന്, നിങ്ങൾ എന്താ പറയുന്നത് വാപ്പ, നിങ്ങൾക്ക് ഞങ്ങളോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കല്ലേ, അകത്തേ കയറി അടി 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 കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ വീടിനകത്തേ കയറി ചെല്ലും. അതേ സമയത്താണ് ഇവിടെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്ന് പറയുന്നത്, ഇന്ത്യൻ ചാരന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടി കൂടെയുണ്ട്, അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഊമയാണ്. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർക്ക് മനസ്സിലാകും, അവനല്ലേ ഇപ്പൊ എന്റെ വണ്ടിയിൽ കയറി ഇറങ്ങി പോയത്. പെട്ടെന്ന് തന്നെ അവരെ ഇറക്കി കൊടുത്ത പോലീസുകാരനെ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയും. അയാൾ അങ്ങോട്ട് ചെന്ന് നോക്കി വാതിൽ മുട്ടുമ്പോൾ അവിടെയുള്ള വീട്ടുകാരൻ പിന്നെയും പുറത്തിറങ്ങും. നിങ്ങളുടെ മകനും മോളും എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഏത് മകനും മോളും, എനിക്ക് അവരൊന്നും അറിയില്ല, അവരെന്നെ പിടിച്ച് വീടിനകത്തേക്ക് കയറ്റിയതാണ്, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവരിവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതേ സമയത്ത് നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവരവിടെ നിന്ന് പിന്നെ യാത്രയാണ് അവളുടെ വീടും തെരഞ്ഞുകൊണ്ട്. ഈ സമയത്ത് ഇവിടെ വെച്ചൊരു പാട്ടുണ്ട്, നമ്മുടെ ജുബിൻ നൗട്ടിയാൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ജിന്ദഗി കുച്ച് തോ പതാ എന്നാണ് ഈ പാട്ടിന്റെ പേര്. കേൾക്കാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ, നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ അകമ്പടിയോട് കൂടെയാണ് അവളുടെ വീടും തെരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അവർ പല മലകളും താഴ്വാരങ്ങളും കയറി ഇറങ്ങി പല ഗ്രാമങ്ങളും കണ്ടുപിടിക്കും. എന്നാൽ അതൊന്നും അവളുടെ വീടല്ല. ഈ പാട്ടിന്റെ ഇടക്ക് തന്നെ മറ്റൊരു സീൻ കൂടെയുണ്ട്. ചിലപ്പോൾ അതെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അവരെല്ലാവരും ഒരു നദിക്കരയിൽ ചെന്ന് അവിടുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനൊരു ടേസ്റ്റ് വ്യത്യാസം. അവൾ മുന്നിയോട്, നീ ഒന്ന് വല്ലതും സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് കാണിക്കും. വീണ്ടും വെള്ളം കുടിക്കുമ്പോൾ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നീ 2 വല്ലതും സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് കാണിക്കും. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സീൻ മാത്രം റീലിൽ കൂടി എല്ലാം കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ ക്ഷീണിച്ച് രാത്രി അവർ ഒരു തട്ടുകടയുടെ മുന്നിലിരിക്കുമ്പോൾ പവൻ പറയും, ഞാൻ എന്തായാലും പാകിസ്ഥാൻ പോലീസുകാർക്ക് പിടികൊടുത്താലോ, അങ്ങനെയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരെങ്ങനെയും അവളുടെ വീട് കണ്ടുപിടിച്ച് കൊടുക്കില്ലേ. നവാബ് പറയും, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജയിലിൽ നിന്ന് നീ ഒരിക്കലും തിരിച്ചു പോകാനായിട്ട് പോകുന്നില്ല, മാത്രമല്ല മുന്നേ അവർ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടു ചെന്ന് ആക്കുകയും ചെയ്യും. നോക്കട്ടെ, എൻ്റെ കയ്യിലൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് അവനൊരു ന്യൂസിലേക്ക് വിളിക്കും. ഞാൻ ചാന്ദ് നവാബാണ്, ഇന്ത്യയിൽ പെട്ടുപോയൊരു പാകിസ്ഥാനി പെൺകുട്ടിയെ അവളെ തിരിച്ച് വീട്ടിലെത്തിക്കാനായിട്ട് ഒരു ഇന്ത്യക്കാരൻ ശ്രമിക്കുന്നുണ്ട്, അവളാണെങ്കിൽ ഊമയാണ്, ഇതിൻ്റെ എല്ലാം എക്സ്ക്ലൂസീവ് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരട്ടെ എന്ന് ചോദിക്കും. അതിന് അയാൾ പറയും, അതിലും ബെസ്റ്റ് നീ നേരത്തെ പറഞ്ഞിരുന്ന ചാരൻ്റെ കേസാണ്, വേണ്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. മറ്റൊരു ന്യൂസിലേക്ക് വിളിച്ച് കാര്യം പറയുമ്പോൾ അയാൾ പറയും, കാണാതായവരെ ഒരുമിപ്പിക്കാനായിട്ട് ഇതെന്താ ഹസ്രത്ത് അമിൻഷായുടെ ദർഗയോ, ഒന്ന് വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞ് അയാളും ഫോൺ കട്ട് ചെയ്യും. ഇത് കേൾക്കുന്ന പവൻ ചോദിക്കും, കാണാതായവരെ ഒരുമിപ്പിക്കുന്ന ഹസ്രത്ത് അമിൻഷായുടെ ദർഗയോ, ഇതുപോലൊരു ദർഗയുണ്ടായിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പള്ളി കണ്ടാൽ തന്നെ നീ പ്രേതത്തെ കണ്ട് പേടിച്ച് ഓടുന്ന പോലെ ഓടിപ്പോകും, പിന്നെ എങ്ങനെയാണ് നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുക? മുന്നിക്ക് വേണ്ടി ഞാൻ ഇതെന്തായാലും ചെയ്യും, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയും. അപ്പോഴാണ് ക്യാമറാമാൻ നവാബിനെ വിളിക്കുന്നത്. അവൻ കുറേ സമയമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഇതുവരെയായിട്ടും ഫോൺ കണക്റ്റ് ആയിട്ടില്ല, കോൾ കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ഇപ്പൊ വിളിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾ എവിടാന്ന് ചോദിക്കും. അവന്റെ കൂടെ ആണെങ്കിൽ പോലീസുകാരുണ്ട്, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇല്ല എന്നാണ് പറയാ. ഞങ്ങൾ ഇപ്പൊ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്, ഞങ്ങൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഹസ്രത്ത് അമിൻഷായുടെ ദർഗയിലേക്കാണ്. അവിടെ ചെന്നാൽ ചിലപ്പോൾ മുന്നിയുടെ അമ്മയോ അച്ഛനെയോ കണ്ടുപിടിക്കാന്ന് വിചാരിക്കുന്നു. നീ എന്തായാലും പോലീസുകാർക്ക് പിടികൊടുക്കാത്ത എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാൻ നോക്ക്, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എന്നാൽ ഇത് കേൾക്കുന്ന പോലീസുകാർ അപ്പം തന്നെ ഹസ്രത്ത് അമിൻഷായുടെ ദർഗയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ആളുകൾ ഹസ്രത്ത് അമിൻഷായുടെ ദർഗയിലെത്തി. നവാബിനാണെങ്കിൽ എന്തോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ പവനെയും മുന്നേയും ആണ് അകത്തേക്ക് പറഞ്ഞയക്കുന്നത്. അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ സൂഫി സംഗീതമെല്ലാം അവിടെ പാരായണം ചെയ്യുന്നുണ്ട്. അവരാളുകളുടെ ഇടയിൽ ആ സൂഫി സംഗീതവും കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും. പുറത്ത് ചാന്ദ് നവാബ് ആണെങ്കിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു ഡോക്യുമെന്ററി പോലെ പറയാണ്. അവൻ എല്ലാ ന്യൂസുകാരോടും വിളിച്ച് ചോദിച്ചതാണ്, എന്നാൽ ആരും ഇതുപോലൊരു ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനാണ് അവൻ വിചാരിക്കുന്നത്. അവൻ അതിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യം പല ന്യൂസുകാരോടും ചോദിച്ചു, അവരാരും ഇത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. കൂടെ തന്നെ പവനെ കുറിച്ചും അവൻ ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആളുകളുടെ തെറ്റിദ്ധാരണയെല്ലാം അവൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ മുന്നിയുടെ ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ കരഞ്ഞുകൊണ്ട് അവിടെ ചരടെല്ലാം കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ തൊട്ട് മുന്നേ
തന്നെയാണ് നമ്മുടെ പവന് മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ അവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ പവൻ മുന്നിക്ക് വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ച് അവളുടെ മുഖത്തേക്ക് ഒരു തുണി ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഉമ്മക്ക് അത് അവളാന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇവിടെ വീഡിയോ ചെയ്ത് കഴിയുന്ന പവൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്നും ക്യാമറാമാനും അവന്റെ കൂടെ തന്നെ പോലീസുകാരും വരുന്ന കാണാം. അവർ കാണാതെ എങ്ങനെയോ ഒളിച്ചു നിന്ന് അവർ പോയി കഴിയുമ്പോൾ തന്നെ പവന്റെ അടുത്തേക്ക് കാര്യം പറയാനായിട്ട് നവാബ് ഓടുകയാണ്. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെയാണ്. അവൻ ഓടുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ മുന്നിയുടെ ഉമ്മയെ ഇടിച്ചിട്ടാണ് പോകുന്നത്. അവനൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ദർഗയിലെത്തി പവനോട് കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ അതേ സമയത്താണ് പോലീസുകാർ അന്ന് ദർഗയിൽ നോക്കുന്നത്. എന്നാൽ അവിടെ എവിടെയും അവരെ കാണുന്നില്ല. അതേസമയം നമ്മുടെ ആളുകൾ മലയും കയറി രക്ഷപ്പെടാൻ നേരത്താണ് ക്യാമറാമാൻ പിന്നെയും വിളിക്കുന്നത്. എന്നാൽ നവാബ് ആ കോൾ എടുക്കില്ല. എന്നാൽ ബജരംഗി ബൈജാൻ പറയും ഫോൺ എടുത്തിട്ട് നമ്മൾ വേറെ എവിടെയോ ആണെന്ന് അവനോട് പറയാനായിട്ട്. അതുപോലെ തന്നെ നവാബ് പറയുകയും ചെയ്യും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയല്ലോ, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയും. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ പോലീസുകാരെല്ലാവരും കൂടി ഇപ്പം അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ മലയും കയറി വരുന്നേരം നവാബ് ചോദിക്കും നീയല്ല നുണയൊന്നും പറയില്ല എന്ന് പറഞ്ഞിരുന്നത്. അതിന് പവൻ പറയും ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്നെക്കൊണ്ട് പറയിപ്പിച്ചതല്ലേ, നീ മഹാഭാരതം ഒന്നും കണ്ടിട്ടില്ലേ. എന്നാൽ നവാബ് വിചാരിക്കും അത് ഇന്ത്യയിൽ ഇറങ്ങിയ ഏതോ ഒരു സിനിമയാണ്, ആ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഏതോ ഒരു കടയിൽ വന്നിരുന്ന് നവാബ് ഇതുവരെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യം എന്താണെന്ന് നമ്മുടെ പവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നേ ആ വീഡിയോ റിവൈൻഡ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോഴുണ്ട് ആ വീഡിയോയിൽ മുന്നിയുടെ ഉമ്മ. നവാബ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ ക്യാമറ വെച്ചിരുന്ന സമയത്താണ് മുന്നിയുടെ ഉമ്മ അതുവഴി പോയിട്ടുള്ളത്. അവർ ഏത് വണ്ടിയിൽ നിന്നാണ് ഇറങ്ങിയെന്ന് നോക്കുമ്പോൾ അതൊരു ബസ്സിൽ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. ക്യാമറയിൽ തന്നെ നോക്കിയിട്ട് ആ ബസ്സിന്റെ പേര് അവർ മനസ്സിലാക്കും. അടുത്ത ദിവസം രാവിലെ 8:30ക്കാണ് ബസ് വരാൻ പോകുന്നത്. ആ ബസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മുന്നിയുടെ നാട് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ബസ് അങ്ങോട്ട് വരുമ്പോൾ അവർ ഓടിച്ചെന്ന് ബസ്സുകാരനോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. ഈ ബസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. അയാൾ പറയും ഇത് ജഹാനാബാദിൽ നിന്നുമാണ് വരുന്നത്, നല്ല സ്ഥലപ്പേര്. എന്നാൽ മുന്നിൽ കാണിക്കും അതിന്റെ വീടുള്ള സ്ഥലമല്ല. അവരങ്ങനെ പിന്നിലേക്ക് ഓരോ സ്ഥലങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവസാനം സുൽത്താൻപൂർ എന്ന് പറയുമ്പോൾ അവൾ അതേന്ന് കൈകൊണ്ട് കാണിക്കും. അത് കാണുമ്പോൾ പവന്റെ മുഖത്ത് വരുന്നൊരു സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൻ ഇതിനു മുന്നേ ഇതിലും നല്ലപോലെ സന്തോഷിച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. सर ये वीडियो चांद नवाब ने कल इंटरनेट पे डाला है. അവരെല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചിട്ട് എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ പറയും. അതേ സമയത്ത് നമ്മുടെ ടീംസ് ആണെങ്കിൽ സുൽത്താൻപൂരിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻപൂർ എത്തിയപ്പോഴാണ് പോലീസുകാരുടെ ചെക്കിങ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല. പവനാണെങ്കിൽ നവാബിനോട് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പവൻ തലയിൽ ഒരു ഷാളും ഇട്ടുകൊണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലും. ഷാള് മാറ്റിടാന്ന് പറയുമ്പോൾ ഷാള് മാറ്റി പോലീസുകാരനെയും തള്ളി മാറ്റിയിട്ട് പവൻ താഴെ ഉണ്ടായിരുന്ന താഴ്വാരത്തേക്ക് ഓടി ചാടും. എന്നാൽ അവനാണ് ചാരനെന്ന് മനസ്സിലാകുന്ന പോലീസുകാരെല്ലാവരും കൂടെ അവന്റെ പിന്നാലെ ഓടിപ്പോകും. നേരത്ത് നവാബ് ബസ്സിൽ നിന്ന് മുന്നിയായിട്ട് മകളെയായിട്ട് പുറത്തിറങ്ങും. എന്നിട്ട് ആ മലയിലേക്ക് ഓടി കയറുന്നുണ്ട്. ഇവിടെ ഓടി പോകുന്ന പവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ താഴെ വീണു പോകും. പോലീസുകാരെല്ലാവരും കൂടെ ഓടി വന്ന് പിടിച്ച് അവൻ അടിയോടടിയാണ്. ഇവിടെ നവാബ് മകളെയായിട്ട് മുന്നിയായിട്ട് മലയുടെ ഏറ്റവും മേലെ എത്തുമ്പോഴാണ് അവിടേക്ക് നോക്കുമ്പോൾ ഒരു കൊച്ചു ഗ്രാമം. അവള് നവാബിനോട് ഇതാണ് എന്റെ ഗ്രാമം എന്ന് കാണിക്കും. നവാബ് പിന്നെ ഒന്നും നോക്കില്ല. അവള് വീട്ടിലേക്ക് ഓടുന്ന വിഷ്വൽസ് എല്ലാം അപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് വീട്ടിൽ ആടുകൾക്ക് പോച്ചയിട്ട് കൊടുക്കുകയാണ് അവളുടെ ഉമ്മ. മലയുടെ മേലേക്ക് കണ്ണും നിറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ആരോ ഓടി വരുന്നത് കാണാം. പിന്നെയാണ് മനസ്സിലാകുക ഓടി വരുന്നത് എന്റെ മകളാണ്, ഷാഹിദയാണ് ഓടി വരുന്നത്. ഉമ്മ പിന്നെ ഒന്നും നോക്കില്ല. അവളുടെ അടുത്തേക്ക് തിരിച്ചും അവൾ ഓടുന്ന പോലെ തന്നെ ഓടും. എന്നാൽ ഷാഹിദയുടെ കണ്ണ് പെട്ടെന്നാണ് നിറയുന്നത്. അതുവരെ സന്തോഷത്തിലായിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് തന്നെ വിഷമത്തിലേക്ക് മാറുന്ന കാണുമ്പോൾ നമുക്കും വിഷമാവും. പാവം കൊച്ച്. അപ്പോഴേക്ക് അവളുടെ ഉമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് വെക്കും. നവാബാണെങ്കിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് പോലീസുകാരുടെ അടി കൊണ്ട് താഴ്വാരത്തേക്ക് വീണ്ടും ഉരുണ്ട് വീഴുന്ന പവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിക്കും. അവൻ ഓടി ചെന്ന് എത്തിപ്പെടുന്നതാണെങ്കിൽ വലിയൊരു നദിയുടെ അടുത്താണ്. ഇനി പോകാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മേലെ നിന്നും പോലീസുകാർ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്ന കാണാം. പെട്ടെന്ന് അവർ ഷൂട്ട് ചെയ്യും. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വീഴുന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഗണ്ണ് പൊട്ടുന്ന ശബ്ദം അവിടെ ചാന്ദൻ നവാബും ഷാഹിദയും അവളുടെ ഉമ്മയും കേൾക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവർ ഇന്റർനെറ്റിൽ ഇട്ടിരുന്ന വീഡിയോ വൈറലാവുന്നത്. നാട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത്. നാട്ടിൽ മൊത്തം ഇതൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല പത്രത്തിൽ വരെ ഈ ന്യൂസ് വരുന്നുണ്ട്. പാകിസ്ഥാനിലല്ല ഇന്ത്യയിലും ഈ ഒരു ന്യൂസ് എല്ലാവരും കാണുന്നുണ്ട്. ഈ ഒരു സംഭവം എല്ലാവരും അറിയുന്നുണ്ട്. ഈ ഒരു കാര്യം നാട്ടുകാർ മൊത്തം അറിഞ്ഞത് നാട്ടിലെ മേധാവിക്ക് ഇപ്പോൾ വലിയൊരു നാണക്കേടാണ്. അങ്ങേർക്ക് എങ്ങനെങ്കിലും പവനെ ഇടിച്ച് അവനൊരു ചാരനാണെന്ന് തെളിയിച്ച് അവനെ ജയിലിൽ ഇട്ടാൽ മതി. അതിനായിട്ട് ഇവിടെ പോലീസുകാരെല്ലാവരും കൂടെ പവനെ കെട്ടിയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയല്ലേ ചാരൻ എന്ന് ചോദിക്കുന്നുണ്ട്. അവനെങ്ങനെയാലും അവർ സമ്മതിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കാണുന്ന പോലീസുകാരന് പവനിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാകും. അങ്ങേരുടെ ഒരാളെ അയച്ചിട്ട് ഹിന്ദിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിക്കും. എന്നാൽ അവിടെ നിന്നും മനസ്സിലാവുന്നത് പവൻ അവളെയായിട്ട് അവിടെയും ചെന്നിരുന്നു
വരുന്നു എന്നുള്ള കാര്യമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ പോലീസുകാരന് ഇൻസ്പെക്ടർക്ക് അവനിൽ എന്തോ ഒരു സത്യം ഉറപ്പിച്ചു. അവൻ പറയുന്നതെല്ലാം സത്യമാണ്. അവളെ തിരിച്ചെത്തിക്കാനാണ് അവൻ ഇതുപോലെയുള്ള കഷ്ടപ്പാട് റിസ്കുകളെല്ലാം എടുത്തിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് എല്ലാവർക്കും ഉറപ്പായി. എന്നാൽ അതേ സമയത്ത് നാട്ടിലെ മേധാവി വിളിച്ച് ചോദിക്കുന്നുണ്ട് അവൻ കുറ്റം സമ്മതിച്ചോന്ന്. എന്നാൽ ഇൻസ്പെക്ടർ പറയും അവനൊരു കുറ്റക്കാരനല്ല, അവൻ പറയുന്നതിലെല്ലാം സത്യമുണ്ട്. അയാൾ പറയും നിനക്കവനെ സമ്മതിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നീ പറ, ഞാൻ വേറെ ആളെ വെക്കാം, നിന്നേക്കാളും നല്ല ചുണക്കുട്ടികൾ ഈ നാട്ടിൽ വേറെയുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ അപ്പം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ത് വന്നാലും അവനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്നുള്ള കാര്യം. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ നവാബിനെ കോൾ ചെയ്യും. നവാബിനോട് എന്തോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറയും. അവൻ അതുപോലെ തന്നെ ക്യാമറാമാനെയും കൂട്ടിയിട്ട് ഓടും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് അവൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അവൻ എന്തിനാണ് ഇവിടെ എത്തിയത്, എന്നാൽ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അവനെ എങ്ങനെയാണ് കാണുന്നത്, ഇതെല്ലാമാണ് അവൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് അവനെ എന്തായാലും ജയിലടയ്ക്കും. ജയിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് പുറം ലോകം കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു വെറുപ്പിന്റെ കോട്ടയായിരിക്കും പണിയാൻ പോകുന്നത്. അതെങ്ങനെയും നമുക്ക് തകർത്തേ പറ്റൂ. അതുകൊണ്ട് നാളെ രാവിലെ നമ്മളെല്ലാവരും നവാര ചെക്ക് പോസ്റ്റിലേക്ക് എത്തണം. അവിടെ നിന്ന് രണ്ട് രാജ്യത്തെയും ലക്ഷക്കണക്കിന് ആളുകൾ തീരുമാനിക്കട്ടെ പവനെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഒരൊറ്റ ഉറപ്പ് തരാം, അതിർത്തി കടക്കുന്ന കാര്യത്തിൽ പവനെ തടുക്കാനായിട്ട് ആർക്കും പറ്റില്ല. എന്റെ ബജ്രംഗി ബൈജാനെ തടുക്കാനായിട്ട് ആർക്കും പറ്റില്ല. ഈ ന്യൂസ് ആണെങ്കിൽ ന്യൂസുകാരെല്ലാവരും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങ് പാകിസ്ഥാനിലും മാത്രമല്ല ഇവിടെ ഇന്ത്യയിൽ വരെ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ജനങ്ങൾ, ഇന്ത്യയിലും പാകിസ്ഥാനിലെയും ജനങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു നാളെ രാവിലെ തന്നെ എല്ലാവരും നവാര ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കും. പിറ്റേന്ന് രാവിലെ നവാര ചെക്ക് പോസ്റ്റിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ദൂരേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതാണ് കാണുക. അവർ കുറച്ച് ആളുകളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ അങ്ങോട്ട് ആയിരക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തെ പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് നേരെ മറുവശത്ത് ഇന്ത്യയിലെ ആളുകളും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും കുറച്ച് പേരൊന്നും അല്ല ഉള്ളത്. അതേ സമയത്ത് തന്നെയാണ് പോലീസ് ഇൻസ്പെക്ടർ ബജ്രംഗി ബൈജാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. നവാബ് ചെന്ന് പറയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവളെ വീട്ടിലെത്തിച്ചു. പിന്നെ അവളുടെ പേര് ഷാഹിദ എന്നാണെന്ന് പറയുമ്പോൾ പവൻ എന്തോ ഒരു സന്തോഷം മുഖത്ത് വരുന്നുണ്ട്. എന്നാൽ ഇനിയും കൂടുതൽ സമയം പവൻ അവിടെ നിൽക്കാൻ പറ്റില്ല. നവാബിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പവൻ ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കും. എന്നാൽ ഈ സമയത്ത് നമ്മുടെ നവാബ് ബജ്രംഗി ബൈജാൻ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ഒരു മുദ്രാവാക്യം പോലെ ബജ്രംഗി ബൈജാൻ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുമ്പോൾ പട്ടാളക്കാർ പറയും ഈ ഗേറ്റ് ഞങ്ങൾക്ക് ഒരിക്കലും തുറന്നു തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. പോലീസ് ഇൻസ്പെക്ടർ പറയും ഈ പാകിസ്ഥാനിലുള്ള ഇത്രയും ജനങ്ങൾക്ക് വിവരം വെച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വെക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പട്ടാളക്കാരൻ പറയും നിങ്ങൾ എല്ലാവരുടെയും എണ്ണം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായി. അവരെല്ലാവരും കൂടി ഗേറ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഗേറ്റ് പൊളിക്കാനായിട്ട് നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് കല്ലെടുത്ത് ഗേറ്റിന്റെ ലോക്ക് കുത്തി പൊട്ടിക്കും. അങ്ങനെ ഗേറ്റ് തുറന്നു. ഇനി നമ്മുടെ ആൾക്ക് തിരിച്ചങ്ങോട്ട് പോയാൽ മാത്രം മതി. ഇന്ത്യൻ ഗേറ്റ് തുറക്കാനായിട്ട് വലിയ പാടില്ലല്ലോ, നമ്മുടെ ഇന്ത്യക്കാരനെ സ്വീകരിക്കാനായിട്ട് അവരെന്തായാലും ഗേറ്റ് തുറന്നു കൊടുക്കും. എന്നാൽ അപ്പോഴാണ് ഇവിടെ ഷാഹിദ എത്തുന്നത്. അവൾ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് നിന്ന് അവസാനമായിട്ട് നമ്മുടെ ബജ്രംഗിയെ ഒന്നുകൂടെ കാണാനായിട്ട് ഓടി വരികയാണ്. ബജ്രംഗി ആണെങ്കിൽ ആ ഗേറ്റും കടന്ന് ആ നദിയിലൂടെ നടക്കാൻ തുടങ്ങി. മേലെ ആസകലം വേദന ആയതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ വേച്ചാണ് നടക്കുന്നത്. എന്നാൽ ഓടി വരുന്ന ഷാഹിദക്ക് വേലിക്കെട്ടുകൾക്കടുത്ത് നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവൾക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതേ സമയത്ത് ഇവിടെ ഇന്ത്യൻ ഗേറ്റ് പവന് വേണ്ടി തുറന്നു കഴിഞ്ഞു. ഇന്ത്യക്കാർ എല്ലാവരും കൈയടിച്ച് പവനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിൽ രസികയും അവളുടെ അച്ഛനും കുടുംബം എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ ബജ്രംഗിക്കായിട്ട് ഒരു സെല്യൂട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വേലിക്കെട്ടുകൾക്ക് അടുത്ത് നിൽക്കുന്ന ഷാഹിദയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ബജ്രംഗിയെ ഒന്നുകൂടെ കണ്ടേ പറ്റൂ. അവള് ബജ്രംഗിയെ വിളിക്കാനായിട്ട് എങ്ങനെയൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അവസാനം അവളുടെ വായിൽ നിന്നും മാ എന്നുള്ളൊരു ശബ്ദം പുറത്തു വരും. പിന്നെ വരുന്നത് മാമാന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ബജ്രംഗി തിരിഞ്ഞു നോക്കും. കാരണം ബജ്രംഗി ഇതിനു മുന്നേ അവളോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ എന്തെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാമ എന്ന് വിളിച്ചാൽ മതിയെന്ന്. പറഞ്ഞ പോലെ തന്നെ ഷാഹിദ് അവിടെ നിന്ന് മാമാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജയ് ശ്രീറാം എന്നും അവൾ പറയുന്നുണ്ട്. നമ്മുടെ ബജ്രംഗിക്കാണെങ്കിലും അവൾ അവസാനമായിട്ടൊരു നോക്ക് കാണാനായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് തിരിച്ച് ഓടി വരും. അവളും അതുപോലെ തന്നെ അവളുടെ മാമനെ കാണാനായിട്ട് ഗേറ്റും കടന്നുകൊണ്ട് അങ്ങോട്ട് ഓടി വരികയാണ്. ആ നദിയുടെ നടുക്ക് വെച്ച് ബജ്രംഗി അവളെ പിടിച്ച് മേലേക്ക് ഉയർത്തി പൊക്കും. അവിടെ വെച്ച് ബജ്രംഗി ബൈജാൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സിനിമ മറ്റൊരു ചാനലിൽ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിരുന്നു, ഈ സിനിമ എപ്പോൾ കണ്ടാലും ഞാനൊരു പട്ടി മൂങ്ങുന്ന പോലെ കിടന്ന് മൂങ്ങുമെന്ന്. ശരിയാണ്, ഞാനൊരു കാള അമർന്ന പോലെയാണ് ഇവിടെ കിടന്ന് അലറിയത്. എന്തായാലും ഇത്രയും ഇമോഷൻസ് പാക്ക് ചെയ്തൊരു സിനിമക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമകൾക്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള ഇന്ത്യൻ സിനിമകൾ വെച്ചാണ് നമ്മൾ വിദേശ സിനിമകൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.